നാരായണ 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 ഹരേ നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥകളെ അനുസ്യൂതം കേൾക്കണമെന്നും അത് ഒരിക്കലും നിർത്തരുതെന്നും ശ്രീ ശുഖബ്രഹ്മർഷിയോട് പറയുന്ന പരീക്ഷത്തിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആ കഥകളെ അനുഗ്രഹിച്ചു തരുന്ന ആ അവസരമുണ്ടാക്കി തരുന്ന പരീക്ഷത്തിനെ നമസ്കരിച്ചുകൊണ്ട് ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. ഹരേ ഗുരുവായൂരപ്പ. ദശമസ്കന്ധേ യഥാ പ്രഥമോധ്യായ രാജോവാച കഥിതോ വംശവിസ്താരോ ഭവദാസോ സൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം യഥോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമാ തത്രാംശേനാവതീർണസ്യ വിഷ്ണോ വീര്യാണി ശംസന അവതീര്യ യഥോർവംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ വദവിസ്തരാത് നിവൃത്തദർശൈരുപഗീയമാനാൻ ഭവൗഷധാത് ശ്രോത്രമനോഭിരാമാൻ കൗത്തമശ്ലോകഗുണാനുവാദാൽ പുമാൻ വിരജ്യേര വിനാ പശുഘ്നാൻ പിതാമഹ മേ സമരേ മരഞ്ജയേർദേവപ്രദാത്യാതിരഥേസ്തിമിംഗിലേ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാ തരൻ വത്സപദം സ്മയൽപ്ലവാൻ ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിതം മജംഗം സന്താനബീജം ഗുരുപാണ്ഡവാനാം യുഗോപകുക്ഷിം ഗതാത്തചക്രോ നാദുശ്ചമേയ ശരണം ഗതായ. ഗുരുവായൂരപ്പ. വീര്യാണി തസ്യാഖിലദേഹവാചാമന്തർഭേ പുരുഷകാലരൂപേ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാ മനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനേ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ കസ്മാൻ വൃദ്ധോ ഭഗവാൻ പിതുർഗേഹാൽഗദാ ക്വവാസം ജ്ഞാതിവിസാർത്ഥം കൃതവാൻ സാത്വതാംബരെ വൃജേവസംഖ്യമകരോന്മധുപുര്യാം ച കേശവാം ഭ്രാതരം ചാവതീർക്കം സംമാതരദ്ധാതദർഹണം ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭേ യദുപുര്യാം സഹ വാത്സ്യേ പത്ന്യപത്യഭവൻ പ്രഭോ ഏതരണ്യച്ച സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം ഭക്തുമർഹസി സർവജ്ഞ ശ്രദ്ധധാനായ വിസ്തൃതം നൈഷാദിരുസഹാക്ഷുന്മാം ത്യക്തോദമ വിപാധരെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. ഗുരുവായൂരപ്പ. സൂത ഉവാച ഏവം നിശമ്യ ബൃഹനന്ദന സാധുവാദമയ്യാസകിസ്സ ഭഗവാനധ വിഷ്ണുരാധം പ്രത്യർച്യ കൃഷ്ണചരിതം കലികൽമഷഗ്രം വ്യാഹർത്തുമാരമത ഭാഗവത പ്രധാന. ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധിസ്തവരാജർഷി സത്തമാ വാസുദേവകഥായാം തേ യജ്ഞാദാനൈഷ്ഠികീരതി വാസുദേവകഥാ പ്രശ്ന പുരുഷാസ്മേൻ പുനാദിഃ വക്താരം പൃച്ഛകം ശ്രോതയം തൽപാദസലിലം യഥാ ഭൂമിർദ്രപ്തനവ്യാചരിത്യാനേകശതായുധേ ആക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയോ ഗൗർഭൂത്വാ ശൃംഗേ ഖിന്നാക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിരാന്തികേ തസ്മൈ വ്യസനം സുമോചത ബ്രഹ്മാ തദുദാര്യാധ സഹ ദേവൈസ്തയാ സഹ ജഗാമസത്രിനയന സ്ഥിരം ക്ഷീരപയോനിധേ തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം ഋഷാകവ്യം പുരുഷം പുരുഷോക്തേന ഉദസ്ഥേ സമാഹിത ഗിരം സമാധൗ ഗഗനെ സമീരിതാം നിശമ്യ വേദാസ്തി ദശാനുവാചഃ ഗാം ഗൗരുഷിം മേ ശ്രുതാമരാ പുനഃ വിധീയതാമാശു തദൈവമാശിരം പുരേ വസ്സംസാവധൃതോധരാജ്വരോ ഭവദ്ഭിരം ചേര്യതുഷോവചന്യതാം स यावदुर्व्यामरमेश्वरेश्वर सुकालशक्रिया क्षपयं श्चरेत् भुवि
वसुदेवगृहे साक्षात् भगवान् पुरुषः परः जनिष्यते तत्प्रियार्थं सम्भवन्तु सुरस्त्रियः वासुदेवकलानन्दसहस्रवदनस्वराट् अग्रतो भविता देवो हरे प्रियचिकीर्षया विष्णोर्माया भगवती यया सम्मोहितं जगत् आदिष्टा प्रगुणांशेन कार्यार्थे सम्भविष्यति। श्रीशुक उवाच इत्यादि श्यामरगणान् प्रजापतिपतिर्विभो आश्वास्य च महीं येऽर्थे स्वधाम परमं ययो शूरसेनो यदुपतिर्मधुरामावसन्पुरी मधुराच्छूरसेनांश्च विषयान् बुभुजे पुरा राजधानी ततः सा भोजि सर्वयादव भूभुजा मधुरा भगवान् यत्र नित्यं सन्निहितो हरे तस्यां तु गर्हिच्छौर्यवसुदेवः कृतोद्वः देवक्या सूर्या सार्धं प्रयाणे रथमारुहल् उग्रसेनसुतकं स सुसुप्रीतिकीर्षया भीष्मेन्हयानां जग्राह यौक्मै यथशतेर्वृता चतुश्शतं वारिवर्हं गजानां हेममालिनाम् अश्वानामयुधं सार्धं रथानां च त्रिशतं दासीनां सुकुमारीणां द्वेषते समलङ्कृते दुहित्रे देवकप्राद्यायाने दुहितृवत्सरा शङ्करमृदङ्गाश्च नेतुर्गुन्दभयसमं प्रयाणप्रक्रमे तावत् परिवध्वो सुमङ्गलम् पदिप्रगृहीणं कंसमाभाष्याः शरीरवत् अस्यास्त्वामष्टमो गर्भो हन्दायां महसे बुधा इत्युक्तः सकलपापो भोजानां कुलपांसना भगिनीं हन्तुमारब्धा खड्गवाणि कले गृहे तं जुगुप्सितकर्माणं नशंसं निरपत्रपं वसुदेवो महाभाग उवाच परिसान्द्वयन् वसुदेव उवाच श्लाघनीयगुणशूरेर्भवान् भोजेशस्कर सकलं भगिनीं मन्यान् श्रियमुद्वाहवर्मणे मृत्युर्जन्मपदां वीर देहेन सहजायते अद्य वाप्तशतान् देवा मृत्युर्वै प्राणिनां ध्रुवा देहे पञ्चत्वमापन्ने देहे कर्मानुगोवश देहान्तरमनुप्राप्य प्राक्तनं त्यजदेव व्रजं श्चेष्टन् पदैगेन यदैवैगेन गच्छते यथा तनजरोगैवं देहे कर्मविधिङ्गता स्वप्ने यदा पश्यति देहमेदृशं मनोरथेनाविनिविष्टचेतना दृष्टश्रुताभ्यां मनसानुचिन्तयन् प्रपद्यते तत् किमपि ह्यतस्मृते यतो यतो धावति दैवज्योतिरं मनोविकारात्मकमापमञ्जसो गुणेषु मायारिजितेषु देह्यसौ प्रपद्यमानः सह तेन जायते ज्योतिर्यदैवोदकपार्थिवेश्वर समेरवेगानुगतं विभाव्यते एवं सु मायारिजितेष्वसौ पुमान् गुणेषु रागानुगतो विमुह्यते तस्मान्न कस्यचिद् द्रोहमादरेत्स तथाविधा आत्मनक्षेममन्यच्छन्द्रोग्धुर्वै परतो भयम् एषा तमानुजा बाला कृपणा पुत्रिको मम हन्तुं नार्हसि कल्याणीमिमां त्वं दीनवत्सला श्रीशुक उवाच एवं स समभेदैर्बोध्यमानोऽपि दारुणा नन्यवर्तत गौरव्या पुरुषादाननुव्रता निर्बन्धं तस्य तं ज्ञात्वा विचिन्त्यानुगतुन्दुभे प्राप्तं कालं पृथिव्योर्मिदं तत्रान्वपद्यता मृत्युर्बुद्धिपदापोह्यो यावद्बुद्धिपदोदयं यद्यसौ न निवर्तेता नापराधोऽस्ति देहिना प्रजाय मृत्युवे पुत्रान् मोचये कृपणामिमां सुधा मे यदि जायेरन्मृत्युर्वान्नं म्रियेत चेत् विपर्ययो वा किं न स्यात् विदर्थः दुर्दुरत्यया उपस्थितो निवर्तेरा निवर्तः पुनरावदेत् अग्नेर्यथा दारुवियोगयोगयोरदृष्टोऽन्यन्न निमित्तमस्ति एवं हि जन्तोरविदुर्विभाव्य शरीरसंयोगवियोगहेतो एवं विमृश्यतं कापं यावदात्मनिदर्शनं पूजयामास वै सूर्य बहुमानपुरःसरं प्रसन्नवदनां भोजो निशंसं निरवत्रपं मनसा दूयमानेन विहसन्निरमब्रवीत् वसुदेव उवाच न ह्यस्यास्ते भयं सौम्याय भागाः शरीरिणे पुत्रान् समर्पयिष्यस्या यदस्ते भयमुद्धितम् श्रीशुक उवाच सुसुर्वदान्योर्ते कंसस्तद्वाक्यसारविल् वसुदेवोऽमिदं प्रेतं प्रशस्य प्राविशद्गृहम् अधकालौ वावृत्ये देवकी सर्वदेवतां
പുത്രാൻ പ്രസുഷുഭേ ചാഷ്ടോ കന്യാം ചൈവാനുവത്സരം കീർത്തിമന്തം പ്രഥമജം കംസായാനഗരുദ്ഗവേ അർപ്പയാമാസ കൃത്രേണ സോനദാദരിവിഖുരാം കിം ദുസ്സഹം नु സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിമകാര്യം കരര്യാണാം ദുസ്ത്യജം കിം ദദാത്മനാം ദൃഷ്ട്വാ സമത്വം ദക്ഷൗരേ സത്യേ ചൈവ വ്യവസ്ഥിതിം കംസസ്തുഷ്ടമനാരാജൻ പ്രഹസന്നിരമബ്രവീത് പ്രതിയാനുകുമാരോയം നഹ്യസ്മാദസ്തു മേ ഭയം അഷ്ടമാൻ ഉഭയോർഗർഭാൻ മൃത്യുർമേ വിഹിതക്കില തദേതി സുരമാദായ യഥാ പാനകതുന്ദുവേ നാപ്യനന്ദദത്താക്യമസതോ വിജിരാത്മന നന്ദാധ്യായേ ഹൃദയകോ ഭാര്യാശ്ചാമേഷാം ചയോഷിത കൃഷ്ണയോ വസുദേവാദ്യാ ദേവക്യാദ്യായതോ സ്ത്രിയാം സർവേ വൈ ദേവതാ പ്രായാവയോരവിഭാരതാജ്ഞാനയോ ബന്ധുസുഹൃതോ യേ ച കംസമനുവൃതാ ഏതൽ കംസായ ഭഗവാൻ ശിശുംസാഭ്യത്യ നാരദ ഭൂമേർഭാരായമാണാനാം ദൈത്യാനാം ച വധോദ്യമം ഗുരുവായൂരപ്പ ഋഷേർവിനഗ്നമേകം സോയതുന്മത്വാസുരാനിധേ ദേവത്യാഗർഭസംബോധം വിഷ്ണും ച സുവതം വദേ ദേവകീം വസുദേവം ച നിഗൃഹ്യ നികടേർഗൃഹേ ജാതം ജാതമഹൻ പുത്രം തയോരജനശങ്കയാ മാതരം പിതരം ഭ്രാതരൻ സർവാംശ സുഹൃതസ്തദാ വിനന്ദിഹ്യ സുതപോലബ്ലുബ്ധാ രാജാനപ്രായശോ ഭുവേ ആത്മാനമിഹ സംജാതം രാജൻ പ്രാഗ് വിഷ്ണുനാഹരം മഹാസുരങ്കാലനെ നിർവേശ വിരുദ്ധ്യതാം ഉഗ്രസേനം ച പിതരം വിദൂജാന്തകാധിപം സ്വയം നിഗൃഹ്യ ഭുജേ ശൂരസേനാൻ മഹാബല ശ്രീകൃഷ്ണായ നമഃ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശ്രീകൃഷ്ണാവതാരോപക്രമേ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ 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 കഥകൾ വിസ്തരിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് പല പല സംശയങ്ങളും പരീക്ഷിച്ച് മഹാരാജാവ് ശ്രീശുഖബ്രഹ്മർഷിയോട് ചോദിച്ചു. അതും പ്രധാനമായിട്ട് ഹേ ഗുരുനാഥ ശ്രീശുഖബ്രഹ്മർഷേ രോഹിണ്യാസ്തനയ പ്രോക്രോരഹ്മസംഗലിഷണസ്ത്വയാ ദേവത്യാഗർഭസംബന്ധ ദേഹാന്തരം വീണ വലിയ സംശയമായിട്ട് നിൽക്കുന്ന എങ്ങനെ രാമസ്വാമി രണ്ടമ്മയുടെ മകനായി എന്നാണ്. വസുദേവരുടെ പത്നിമാരെ പേര് പറയുന്നുണ്ട്. വസുദേവരുടെ പുത്രന്മാരെ പേര് പറയുമ്പം രോഹിണി പുത്രന്മാരെ പേര് പറയുമ്പം തന്നെ ബലം ഗതം സാരണം ദുർമതം വിപുരം ധ്രുവം തെളിഞ്ഞവൻ തന്നെ ബലൻ്റെ പേരാണ് പറയുന്നത്. ദേവകിയുടെ പുത്രന്മാരെ പേര് പറയുമ്പം കീർത്തിമാൻ സുഷേണൻ ഭദ്രസേനൻ തുടങ്ങിയ ആൾക്കാരെ പറയപ്പെട്ടതിൽ ഏഴാമതായിട്ട് സംഘർഷമൂർത്തിയുടെ പേരും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരേ ഒരു രാമൻ എങ്ങനെ രണ്ടമ്മയുടെ മകനായി അത്ഭുതമായ കഥകളാണ്. അതെങ്ങനെ സംഭവിച്ചു? രോഹിണി പറയുന്നുണ്ട് ഭഗവാൻ എൻ്റെ മകനാണെന്ന് പറയുമ്പം ദേവകിയും പറയുന്നുണ്ട് ഭഗവാൻ രാമൻ എൻ്റെ മകനാണ്. രണ്ടുപേരും പറയും രോഹിണി എൻ്റെ ഉണ്ണി രാമൻ എന്ന് പറയുമ്പം ദേവകിയും പറയുന്നത് എൻ്റെ ഉണ്ണിയാണ്. എങ്ങനെ രണ്ടമ്മയുടെ മകനായി അത്ഭുതമാണ്. അത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. മാത്രമല്ല തസ്മാൻ മുകുന്ദോ ഭഗവാൻ വിദുർഗേഹാഗ്രജംഗത ഗോവാസംജ്ഞാതിഭിസ്വാർത്ഥം ഭഗവാൻ സാത്വദമ്പതി. എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ആരാൻ ചോദിച്ചാൽ ഐശ്വര്യം ശ്രീ പുണ്യഗുണൈശ്വര്യം ശങ്കരാരീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. ഇതൊക്കെ തിരഞ്ഞാളാ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ഭഗവാൻ എന്തുകൊണ്ടാണ് തൻ്റെ പിതാവിൻ്റെ ഗൃഹം വിട്ട് വ്രജത്തിക്ക് പോകാൻ കാരണം? എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആള്, അതും ഭക്തന്മാരുടെ എല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കി ആക്കി ആനന്ദത്തെ ലഭിക്കുന്ന ഭഗവാൻ, ആ ആനന്ദസ്വരൂപിയായ ഭഗവാൻ, മുക്തിയെ കൊടുക്കാൻ കഴിവുള്ള ഭഗവാനാണ്. എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായി ശോഭിക്കുന്ന ഭഗവാൻ, അതും തന്നെ സേവിക്കുന്ന ഭക്തന്മാരുടെ മരണഭയത്തെ ഇല്ലാതാക്കുന്ന ഭഗവാൻ,
ആ സർവേശ്വരനായ ഭഗവാൻ ഭയത്തെ പോലും ഇല്ലാതെയാക്കുമെന്നാണ്. അഭയമായ സ്ഥലം ഏകാഗ്രസ്കന്ധം പറയാൻ പോകുന്നു. ശ്രീകൃഷ്ണത്വൽപദോപാസനമഭയകവും. അങ്ങനെ അഭയമായുള്ള ഭഗവാൻ, എല്ലാവരുടെയും ഭയത്തെയും ഇല്ലാതാക്കുന്ന ഭഗവാൻ. എന്തുകൊണ്ടാണ്? ഒരാൾക്കാർ പറയുമ്പോൾ കംസനെ പേടിച്ചു പോയി മധുരൻ. അങ്ങനെ ഭഗവാൻ അക്ഷന്റെ ഗൃഹം വിട്ടാൽ എന്തിനാണ് വ്രജത്തിക്ക് പോയത്? വ്രജത്തിക്ക് പോകാനുള്ള കാരണം എന്താ? ഭഗവാൻ എന്തിനാ അങ്ങോട്ട് പോയി? അവിടെ എത്ര കാലം താമസിച്ചു? വ്രജത്തിൽ പോകുമ്പം ഭഗവാനൊരു പക്ഷേ ആ വ്രജവാസികളോടാവും ഭഗവാൻ അധികം ഇഷ്ടം ഉണ്ടാവുക അല്ലേ? വ്രജത്തിലാണെങ്കിൽ നന്ദഗോപരെ യശോദയ്ക്കാളുള്ള ഭഗവാൻ വസുദേവരെക്കാൾ ഭഗവാൻ ഇഷ്ടം നന്ദഗോപരോടാണോ? അങ്ങനല്ലേ ഭഗവാൻ നന്ദഗോപര ഗൃഹത്തിക്കല്ലേ ഭഗവാൻ പോയത്? അപ്പം വസുദേവരെക്കാൾ നന്ദഗോപർക്ക് ഇത്രയധികം ഗുണമുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് സത്കർമ്മമാണ് നന്ദഗോപർ ചെയ്തത്? ഭഗവാനെ ബാലഭാവത്തിൽ സ്വീകരിക്കാൻ സാധിച്ച അദ്ദേഹം ചെയ്ത ഗുണം എന്താണ്? പ്രീതി അങ്ങനെയാണെങ്കിൽ അതിന് കാരണം എന്താണ് തോന്നുന്നു? മാത്രമല്ല ഭഗവാൻ ഈ മധുരയെ വിട്ട് അങ്ങോട്ട് പോയി. കാരണം അവിടെ പോയിട്ട് ഗോപന്മാരോട് കൂടി അവിടെ താമസിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് അവിടുന്നും ഭഗവാൻ താമസം മാറി. അമ്പാടിയിൽ നിന്നും ഭഗവാൻ താമസം മാറ്റി വൃന്ദാവനത്തേക്ക് ഭഗവാൻ താമസം മാറ്റി. അപ്പോൾ ആ വൃന്ദാവനത്തിലെ ഭഗവാൻ ആടിയ ലീലകൾ എന്തൊക്കെയാണ്? അത് വിസ്തരിച്ച് വർണ്ണിക്കണം. ഭഗവാന്റെ വൃന്ദാവന ലീലകൾ വിസ്തരിച്ച് വർണ്ണിക്കണം. പിന്നെ ഭഗവാൻ മാത്രവുമല്ല അവിടെ താമസിച്ച് അവിടുന്ന് ഭഗവാൻ പ്രജേവസൻ കിമധരൻ മധുപുരിയഞ്ച കേശവ ഭ്രാതരഞ്ചാവധീർക്കം സമ്മാതുരധാതരഗൃഹണം. സർവ പരമേശ്വരനായ ഭഗവാൻ പിന്നെ അവിടുന്ന് മധുരയ്ക്കുണ്ട്. ഭഗവാൻ മധുരയ്ക്ക് പോയി. ആരാ വാസ്തവം ഭഗവാൻ ചോദിച്ചാൽ കേശവനാണ്. പ്രജേവസൻ കിമ വരത്തിലെ ഭഗവാൻ എത്ര കാലം താമസിച്ചു. പിന്നെ മധുരയിൽ പോയുള്ള ഭഗവാൻ കേശവൻ എന്തൊക്കെ ലീലയാടി അതും വിസ്തരിച്ച് വർണ്ണിക്കണമെന്നാണ്. ഭ്രാതരഞ്ചാവധീർക്കം സമ്മാതുരധാതരഘനം. സ്വതവേ ഭഗവാൻ അമ്മയുടെ സഹോദരനായുള്ള കംസനെ ഭഗവാൻ വധിച്ചു. ഭ്രാതരം ചാവധി കംസം, കംസനെ ഭഗവാൻ വധിച്ചു. അത് അമ്മയുടെ സഹോദരൻ സ്വതവേ അമ്മാവനെ വധിക്കാമെന്നും മരുമക്കളോട് ആരും പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ അമ്മാവനെ വധിച്ചു എന്നൊക്കെ പറയുണ്ടായി. അത് ശരിയാണോ വാസ്തവം ചെയ്യുന്നത്? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തിനാണ്? കംസൻ എന്താണ് ഇങ്ങനെ ദുഷ്കർമ്മം ചെയ്യുന്നത്? കംസനെ എന്തിനാണ് ഭഗവാൻ വധിച്ചത്? അതിൻ്റെ കാരണം എന്താണ്? പിന്നെ ഭഗവാൻ മനുഷ്യനാട്യത്തില് മനുഷ്യരീരം സ്വീകരിച്ച് ദേഹം മാനുഷമാശ്രിത്യ കതിവരുഷാണി വൃഷ്ണിഭി. മനുഷ്യദേഹത്തെ ഭഗവാൻ അതും മായ കൊണ്ട് മനുഷ്യദേഹത്തെ ഭഗവാൻ സ്വീകരിച്ച് ഭഗവാൻ അവരോടുകൂടി വൃഷ്ണികളോടുകൂടി ഭഗവാൻ എത്ര കാലം ഇവിടെ താമസിച്ചിട്ടുണ്ട്? അതും ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമവും കേൾക്കണം. സഹാവാൽസ്യം ഭവൻ പ്രഭോ. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം, അവിടെ ഭഗവാൻ എത്ര വിവാഹം കഴിച്ചു, എന്തൊക്കെ കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്, അതും വിസ്തരിച്ച ഭഗവാന്റെ അമ്പാടി ലീലകള്, വൃന്ദാവന ലീലകള്, മധുര ലീലകള്, ദ്വാരക ലീലകള്, ഇത് മുഴുവൻ വിസ്തരിച്ച് കേൾക്കണം. അതാണ് ആ ചോദ്യം ചോദിച്ചത്. ഇനി ഞാൻ ചെറുതൊക്കെ ചോദിച്ചു എന്നൊരു ചോദിക്കാൻ എനിക്ക് അറിയില്ല. മാത്രം ചോദിക്കാൻ എനിക്ക് അറിയില്ല. കാരണം ഏതന്യറ്റ സർവം മേ മുനേ കൃഷ്ണ വിജേഷ്ഠിതം വക്തുമരഹതി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. എനിക്കറിയില്ല. അവനേക്കാണെങ്കിൽ അന്ന് സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. ഭഗവാന്റെ ലീലകൾ മുഴുവൻ എനിക്ക് വിസ്തരിച്ച് കേൾക്കണം. കാരണം ഭഗവാൻ ചെയ്ത സകല ലീലകളും ആനന്ദം കൊടുക്കുന്ന ലീലകളാണ്. അത് വാസ്തവം അറിയാം. ആൾക്കാർ ഭഗവാൻ ലീലകൾ അറിയാം. അങ്ങേ പോയിട്ട് ആൾക്കാർക്കേ അറിയുള്ളൂ. അതിൻ്റെ ആ താല്പര്യം എന്താണെന്നൊക്കെ അങ്ങേ പോയിട്ട് ആൾക്കാരെ അറിയുള്ളൂ. ഈ സംസാര ചിന്തകളെ മുഴുവൻ ഇല്ലാതാക്കി ആനന്ദത്തിൽ ലയിപ്പിക്കാൻ പറ്റിയ ഏക മരുന്ന് എന്താണെന്ന് നോക്കിയാൽ ഭഗവാന്റെ കഥകളാണ്. ഭഗവാന്റെ കഥ കേൾക്കാൻ മറ്റൊന്നും മനസ്സിലാക്കിയാൽ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, ഒന്നും മനസ്സിൽ കയറി വരിക. അതുകൊണ്ട് സർവജ്ഞനായ അങ്ങ് ഭഗവാന്റെ ലീലകൾ, അതും ശ്രീകൃഷ്ണൻ ആടിയ ലീലകൾ മുഴുവൻ വ്യക്തമാക്കിയിട്ട് പറഞ്ഞത് അത് കേൾക്കാൻ താല്പര്യമുണ്ട്.
അപ്പം അന്ന് ധരിക്കുണ്ടാവും ഒരു പക്ഷേ നൈഷാദിക്രോധമവിവാഹതേ വിവന്തം തുന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അന്ന് ധരിക്കുണ്ടാവും 4-ാം ദിവസം വൈകുന്നേരം സാധാരണ ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കുമ്പം ധരിക്കുണ്ടാവും ഇവിടെ അന്ന് മഹർഷിയുടെ കഴുത്തി അത്ര പാമ്പിനെ തോണ്ടിയിട്ട ആളാണ്. ദാഹം സഹിക്കാൻ വയ്യാതെയാണ്, പിന്നെ വെള്ളം പോലും കുടിച്ചിട്ടുമില്ല. ഇങ്ങനെ ഇരിക്കെ വിശപ്പോ ദാഹോ ക്ഷീണമൊക്കെ ഉണ്ടാവും, അന്ന് ധരിക്കുണ്ടാവും ഒരു പക്ഷേ ഇല്ലേ. എന്നാൽ അതില്ല കേട്ടോ, വിശപ്പും ദാഹവും ക്ഷീണമൊന്നുമില്ല. നൈഷാദിദുസ്സഹാക്ഷുമാം ചെക്കുതോതമവിവ. വെള്ളം പോലും കുടിക്കാത്ത പരീക്ഷത്താണ്. എനിക്ക് വിശപ്പോ ദാഹോ ക്ഷീണോ ഒന്നുമില്ല. കാരണം എന്താണ് ചോദിച്ചാൽ ഞാൻ ധാരാളം കഴിക്കുന്നുണ്ട്. അതല്ലാതെയുള്ളൂ, വേറെയുള്ള ധാരാളം കഴിക്കുന്ന. എന്താ കഴിക്കുന്നത്? അന്ന് പറയുന്ന ഭഗവാന്റെ കഥകളാണ്. നിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. ഹരികഥയാവുന്ന അമൃതനെയാണ് സുഖമുഖത്തു നിന്നും വരുന്ന ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കഴിക്കുമ്പം വിശ്വദാഹോ ക്ഷീണോ ഒന്നുമില്ല. അതുകൊണ്ട് വിസ്തരിച്ച് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കണേ ഗുരുനാഥ എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോട് ആവശ്യപ്പെട്ടപ്പം ശ്രീശുഖൻ തയ്യാറായി. ഇവിടെയും സൂതനാണ് അതിന് മറുപടി പറയുന്നത്. ഇങ്ങനെ കേട്ടുള്ള അവസ്ഥയിൽ പരീക്ഷത്തിനെ വാസ്തവം പരീക്ഷിത്ത് ശ്രീശുഖ ബ്രഹ്മർഷിയെ പൂജിച്ചു, നമസ്കരിച്ചത് പ്രഥമസ്കന്ധം വർണ്ണിച്ചിട്ടുണ്ട്. കാരണം വന്നപ്പം അതിഥിയായിട്ട് അങ്ങേ കാണാനും പൂജിക്കാനും സാധിച്ചു. കിം പുനർദർശന സ്പർശന പാദുരാത് എന്നൊക്കെ അവിടെ പറയുന്നത്. ഇതൊക്കെ സാധിച്ചു ഇരിക്കുക. അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കണം. അതും മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കേൾക്കേണ്ടതും പറയേണ്ടതും മുഴുവൻ വിസ്തരിക്കണമെന്ന് വർണ്ണിച്ചപ്പം അങ്ങനെ ശ്രീശുഖ ബ്രഹ്മർഷിയെ പൂജിച്ച് നമസ്കരിച്ച പരീക്ഷത്തിനെയാണ് ഇപ്പം തിരിച്ച് ഇങ്ങോട്ട് പൂജിക്കുന്നത്. ശ്രീശുഖ ബ്രഹ്മർഷി ഇങ്ങോട്ടാണ് ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകി സ ഭഗവാനഭ വിഷ്ണുരാഗം പ്രത്യക്ഷ. അതും കൃഷ്ണചരിതം കലികൽമഷത്വം വ്യാഹത്വമാരഭത ഭാഗവത പ്രധാന. ഇത് കേട്ടോടുകൂടി ശ്രീശുഖ ബ്രഹ്മർഷി ഒന്നും ഇതേവരെ അങ്ങോട്ട് പൂജിക്കായിരുന്നെങ്കിൽ ഇങ്ങോട്ടും പൂജിക്കുക. കാരണം ശ്രീകൃഷ്ണ കഥ കേൾക്കണമെന്ന് ആരാണോ മോഹിക്കുന്നത് അവരെയാണ് വാസ്തവം പൂജിക്കേണ്ടതെന്നാണ് പറയുന്ന ആളല്ല. കേൾക്കണമെന്ന് ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ഇതാണ് വാഗസ്കന്ധം പറയുന്നത്. സൂതൻ യൂയൻ വിജാഗ്രിയാഭൂരിഭാഗ. നിങ്ങളാണ് വാസ്തവം ഭാഗ്യവാന്മാരെന്നാണ്. കാരണം കേട്ടിരിക്കുന്നില്ലേ. അപ്പോൾ വാസ്തവം ശ്രീകൃഷ്ണന്റെ കഥ പറയുന്ന ആൾക്കാരേക്കാൾ അത് കേൾക്കണമെന്ന് മോഹിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും പ്രാധാന്യമില്ലാത്ത. അവരങ്ങോട്ടാണ് പൂജിക്കേണ്ടതെന്ന് കാണിക്കുമാറ് ശ്രീശുഖ ബ്രഹ്മർഷിയാണ്. അതും ഭഗവാൻ തന്നെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി. ആ ഭഗവാൻ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിയായ ഭഗവാൻ കേൾക്കണമെന്ന് മോഹിച്ച പരീക്ഷത്തിനെയാണ് പ്രത്യക്ഷ അങ്ങോട്ട് പൂജിച്ചിട്ടാണ്. വാസ്തു ഈ കഥ എന്താണെന്നറിയോ? ഭഗവാന്റെ കഥകള് പരീക്ഷത്തെ കലിദോഷത്തെ സംഹരിക്കുന്നതാണ്. കലികൽമഷഘ്നമായ ഭഗവാന്റെ കഥകള് വ്യാഹത്വമാരഭത ഭാഗവത പ്രധാന. അത് പറയാൻ ശ്രീശുഖ ബ്രഹ്മർഷി തുടങ്ങിയെന്ന. ഇങ്ങനെ വേണം മോഹനുള്ള ആളെ മുന്നിൽ പോയിട്ടേ ഭഗവാന്റെ കഥകൾ അത് ആരോടും പറഞ്ഞ് കാര്യമില്ല. കേൾക്കാൻ താല്പര്യമുള്ള ആളോട് വേണം ഭഗവാന്റെ കഥകൾ പറയാവുന്ന ഭാവത്തില് ഭാഗവതം കേൾക്കണമെന്ന് മോഹമുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ കഥ കേൾക്കണമെന്ന് മോഹൻ ഉണ്ടാവണം. അതിനാണ് ചുരുക്കി വർണ്ണിച്ചത്. മോഹൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ മോഹിക്കണം എന്നാണ്. ഇങ്ങനെ ചുരുക്കി പറയുമ്പം വിസ്തരിച്ച് പറയണേ എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെ നമസ്കരിച്ചത്. അതും വാസ്തവം ഈ കഥ കേൾക്കാൻ മോഹിക്കുന്ന ആളെയാണ് ബഹുമാനിക്കേണ്ടത് കാണിച്ചുകൊണ്ട് കലികൽമഷഗ്രമായ ശ്രീമദ് ഭാഗവത ശ്രീകൃഷ്ണ കഥകള് ശ്രീശുഖ ബ്രഹ്മർഷി പറയാൻ വേണ്ടി പുറപ്പെട്ടു. ഹേ രാജാവെ, വാസ്തവം അങ്ങ് പാരാൻ ചോദിച്ചാൽ രാജാവാണെങ്കിൽ അന്നൊക്കെ ഉയർന്നു വന്നു. സമ്യക് വ്യവസിതാബുദ്ധി തവ രാജഋഷി സത്തമാ വാസുദേവ കഥായാന്തേ യജ്ഞാതാ നൈഷ്ഠികീരതി. ഈ ഭഗവാന്റെ കഥയില് ഒരു ഇഷ്ടം ഉണ്ടാവുക, നൈഷ്ഠികീരതി. അതിനോട് എന്തെന്നില്ല ഒരു താല്പര്യം നിഷ്ഠയോടുകൂടി
കൂടി ഭഗവാന്റെ കഥയിൽ താല്പര്യം ഉണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധി നേരെയായില്ല. നേരെയാവാനില്ല, ബുദ്ധി നേരെയായി കഴിഞ്ഞു. അങ്ങ് രാജാവ് മാത്രമല്ലല്ലോ, രാജഋഷിയും അല്ല, രാജഋഷി സത്തമനായി കഴിഞ്ഞു എന്നാണ്. അങ്ങ് വിശേഷപ്പെട്ട ആൾ തന്നെയാണ് എന്ന ഭാവത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥ കേൾക്കാൻ സാധിക്കുമെന്ന് കാണിച്ചുകൊണ്ടാണ് കഥയുടെ മാഹാത്മ്യത്തെ, കഥയെ പറയാൻ. കഥ സാധാരണക്കാർക്കൊന്നും പറയാൻ പറ്റുന്നതല്ല വാസ്തവം. അവിടെ ഋഷീശ്വരന്മാർ അസംഖ്യം പേരാണ് ഗംഗാതീരത്തിൽ വന്നത്. അവരൊക്കെ വാസ്തവം കഥ കേൾക്കാനാണ്. അസംഖ്യം പേരാണ്. അവർ എന്തിനാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ ശ്രീശുഖൻ പറയുന്ന ഭഗവാന്റെ കഥകൾ കേൾക്കാനാണ്. ഈ കഥ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം പറയാൻ ആർക്കുണ്ടാവില്ല. കേൾക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ആനന്ദം ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആൾക്ക് ശ്രദ്ധയോടുകൂടി ഇരിക്കും. ഒറ്റ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നും അറിയില്ല. വെങ്ങിനെ പോലൊക്കെ ആവണം. മാസം കൊണ്ടപ്പോൾ അഴിഞ്ഞാലോ, മയക്ക് മാറിയാലോ, കരണ്ട് പോയാലോ ഒന്നും അറിയില്ല. ഇങ്ങനെ ആവണം വാസ്തവം. കരണ്ട് പോയാൽ അറിയില്ല, മയക്ക് നീങ്ങിയാൽ അറിയില്ല, സമയം പോണത് അറിയില്ല, ഒന്നും അറിയില്ല. കാലായാൽ നിർത്തണം അപ്പോഴും ആൾക്കാർ പറഞ്ഞാൽ അത്രയും കാര്യമാണ്. ഈ ഒരു ഭാവത്തേക്കും ഉയർന്ന് പറയാൻ പറ്റണമെങ്കിൽ അത് കൃഷ്ണകഥ കൊണ്ടേ സാധിക്കുള്ളൂ. മറ്റൊന്നിനെ കൊണ്ട് തത്വമൊന്നും ആയാലും പറയാൻ കഴിയില്ല. കൃഷ്ണകഥയെ തന്നെ സാധിക്കുള്ളൂ എന്ന ഭാവത്തിലാണ് ഈ കഥ കേൾക്കുന്ന ആൾക്കാരെയും കഥ പറയുന്ന ആൾക്കാരെയും കഥ പറയിപ്പിക്കുന്ന ആൾക്കാരെയും ശുദ്ധീകരിക്കുന്ന ആളെന്നാണ്. വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീ പുനാദി വക്താരം പൃച്ഛകം ശ്രോതൃസ്തത്പാദസജിരയ്യഥ. അതും ഭാഗവതം പണ്ട് തത്പാദസജിരം യഥ. ഭഗവാന്റെ പാദത്തെന്നാണ് ഗംഗ ഒഴുകിയത്. ആ ഗംഗ ആൾക്കാരെ ശുദ്ധീകരിക്കും പോലെയാണ് ഭഗവാന്റെ കഥകളും ശുദ്ധി. ഗംഗയിൽ കൂടി ഒന്ന് കുളിക്കണമെങ്കിൽ അനവധി ആൾക്കാരെ ഒപ്പുണ്ടാവണം, ധനം കുറേ വേണം, അനവധി അധ്വാനം വേണം. എന്നാൽ ഈ ഭാഗവത ഗംഗയിൽ മുങ്ങാൻ ഒന്നും വേണ്ട, ഒന്നും വേണം. ഇവിടെ ഇരിക്കുക മാത്രമേ വേണ്ടൂ. എന്നാൽ ഗംഗയേക്കാൾ ശുദ്ധാണ് കവിക്കും പറയുന്നുണ്ട്. ദർശനാദേവ സംഭവം. അങ്ങനെ ഭഗവാന്റെ കഥകൾ പറയുന്ന ആൾക്കാരെയും പറയിപ്പിക്കുന്ന ആൾക്കാരെയും കേൾക്കുന്ന ആൾക്കാരെയും ശുദ്ധീകരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഭഗവാന്റെ മഹിമയെ പറയാൻ കഴിയുന്ന. അതും ഭൂമിദേവി പുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ഭാരം സഹിക്കാൻ വയ്യാതെ കണ്ട് ഭൂമ്യർദ്രത്വനിർഭവ്യാജ ദൈത്യാനീകശതായുധൈ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണയ്യയോ. ഭൂമിദേവി ഇന്ന് ദുഷ്ടന്മാരായ രാജാക്കന്മാരതും നിർവിഷ്ടന്മാരായിട്ട് വേണ്ടാത്ത പ്രവൃത്തി ചെയ്ത് ലോകരെ ദ്രോഹിക്കുന്ന അസുരന്മാരായ രാജാക്കന്മാരുടെ ദുർഭരണം, അവരെ ഭാരം സഹിക്കാൻ വയ്യാതെ കണ്ട് ഭൂമിദേവി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു എന്നാണ്. ദുഷ്ടന്മാർ ഇത്രയൊക്കെ ഭാരമുണ്ടോ വാസ്തവം? ദുഷ്ടന്മാരെ ഭാരം സഹിക്കാൻ വയ്യാഞ്ഞിട്ടെന്ന ഇത്രയൊക്കെ ഭാരം ദുഷ്ടന്മാർക്ക് ഉണ്ടോ? ഭക്തന്മാർക്ക് 50 കിലോ, ദുഷ്ടന്മാർക്ക് 500 കിലോ നിനക്കുണ്ടോ? അതല്ല, ദുഷ്ടന്മാരെ ഭൂമിദേവിക്ക് ഇഷ്ടമില്ല, ഭക്തന്മാരെ ഭൂമിദേവിക്ക് ഇഷ്ടം. ദൗർബന്ധം കാണിച്ചാൽ അതുകൊണ്ടാണ് രാജാവ് ദുഷ്കർമ്മം ചെയ്തപ്പോൾ ഭൂമിയിൽ വിളവൊന്നും ഉണ്ടായില്ല. അവിടെ പൃഥ്വമഹാരാജാവ് ജനങ്ങളെ കൊണ്ട് ഭഗവാനെ സ്നേഹിപ്പിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴാണ് കാണുന്നോളൂ എന്ന് പറഞ്ഞത്. കാരണം ദുഷ്പ്രവൃത്തി ഭക്തരൊക്കെ ആൾക്കാർ അങ്ങനെ ദുഷ്ടന്മാരായ ആൾക്കാരാണെങ്കിലും ഭർത്താവിനെ കുറ്റം പറയുന്ന മക്കൾക്ക് അമ്മ ഭക്ഷണം കൊടുക്കില്ല. എത്രയൊക്കെ വേണ്ടാത്ത ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്താലും ഭർത്താവ് ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്താലും ഭർത്താവിനെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് അമ്മമാര് ഭക്ഷണം കൊടുക്കില്ല. ഭൂമിയുടെ അങ്ങനെയാ ഭൂമിയിലേക്ക് പറയുന്നത്. ഭഗവാനെ സേവിക്കാത്ത ആൾക്കാരെ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ ഭാരം സഹിക്കാൻ വയ്യാതെ കണ്ട് ഭൂമിദേവി കരഞ്ഞുകൊണ്ടാണ് ബ്രഹ്മദേവനെ ആശ്രയിച്ചതെന്ന്. ദൗർഭൂത്വാശ്രമുഖീ ഖിന്നാ ക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വമഹോജത. അതും കണ്ണുനീർ ഒപ്പിച്ചുകൊണ്ട് ദൗർഭൂത്വാശ്രമുഖീ ഖിന്നാ ക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിതാന്തികേ തസ്മൈ
വ്യസനം സ്വമഹോര കണ്ണുനീരൊപ്പിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിട്ടാണ് ദീനമായിട്ടാണ് കരഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ്റെ എന്ന് ബ്രഹ്മദേവനോട് തൻ്റെ വിഷമത്തെ ഭൂമിയിലെ ദുഃഖത്തെ അവൻ പറഞ്ഞ് മനസ്സിലാക്കി. ബ്രഹ്മദേവനടുത്ത് പോയിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഭാരം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ബ്രഹ്മദേവനും ചിന്തിച്ചു എന്താ ചെയ്യേണ്ടത്. താനും ഭൂമിയിലെ പശുരൂപം സ്വീകരിച്ചാണ് പോണത്. കണ്ണുനീര് ഒപ്പിക്കേണ്ട ഒന്നും വയ്യാത്ത അവസ്ഥയാണ്. ഭാരം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. ഇപ്പോൾ താനും പോവുകയാണ്. ബ്രഹ്മാതപധാര്യാധ സഹദേവൈസ്തയാ സഹ യഥാമാസ്വാത്രിനയനസ്ഥീരം ക്ഷീരപയോനിധേ. ഭൂമിയിലെ പറഞ്ഞ അവസ്ഥയെ ബ്രഹ്മദേവൻ കേട്ടപ്പം ദുഷ്ടന്മാരെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കാൻ ശക്തി തൻ്റെ പിതാവായ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബ്രഹ്മദേവൻ്റെ പിതാവാണ് ഭഗവാൻ. തൻ്റെ പിതാവിനെ ഈ ശക്തിയുള്ളൂ എന്നറിയാവുന്ന ബ്രഹ്മദേവൻ പശുരൂപമുഖത്ത് ഭൂമിയെയും തൻ്റെ പുത്രനായ പരമശിവനെയും കൂട്ടിയതാണ്. മഹാദേവനെയും കൂട്ടിക്കൊണ്ട് ദേവന്മാരോട് കൂടി ബ്രഹ്മാ തതുപധാര്യാധ സഹദേവൈസ്തയാ സഹ ദേവന്മാരോടും ഭൂമിദേവിയോടും ജഗാമസത്രിനയനസ്ഥീരം മുക്കണ്ണനായ ശ്രീമഹാദേവനെയും കൂട്ടിയിട്ടാണ് പാലാഴി തീരത്ത് ചെന്ന് പാൽസമുദ്രത്തിൻ്റെ അവിടെ ചെന്നാണ് അങ്ങോട്ട് നോക്കിയിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ഭഗവാനോട് ആശ്രയിച്ചു. യഥാമാസ്വാത്രിനയനസ്ഥീരം ക്ഷീരപയോനിധേ. ഭഗവാനോട് അങ്ങോട്ട് ആശ്രയിച്ചു. ശൈവദീപത്തേക്ക് അവർ നോക്കിയിട്ടാണ് തത്രജദ്വാജഗന്നാഥം ദേവദേവം വൃഷാകവിം പുരുഷം പുരുഷസൂക്തേന ഉപഗസ്ഥേ സമാഹിത. അവിടെ ചെന്നിട്ടാണ് ബ്രഹ്മദേവനും ശ്രീമഹാദേവനും ഭൂമിദേവിയും ദേവന്മാരും അവിടെ ചെന്ന് മനസ്സില് ഭഗവാനങ്ങൾ ഓർപ്പിച്ച ബ്രഹ്മദേവൻ പുരുഷസൂക്തം കൊണ്ട് ശ്രീഹരിയെ അവർ സ്തുതിച്ചു എന്നാണ്. അത് സൂക്തങ്ങളിലെ പുരുഷസൂക്തം വളരെ പ്രധാനമായിട്ടാണ് പറയുന്നത്. പുരുഷസൂക്തം കൊണ്ട് ജഗന്നാഥനായ ശ്രീഹരിയെ അവർ സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചോടുകൂടി ബ്രഹ്മദേവൻ അങ്ങോട്ട് ഒന്നും പറയണ്ട. സ്തുതി കേട്ട ഭഗവാൻ സന്തോഷിച്ചു. ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടാണ് ഗിരം സമാധൗ ഗഗനേ സമീരിതം നിശമ്യ മേധാസ്ഥിതശാനുഭാജഃ ഗാം പൗരുഷീം മേ ശൃണുതാമരാ പുനർവിധീയതാമാശു തഥൈവ മാനിരം. ബ്രഹ്മാവ് അവിടെ സുഷുപ്തോടെ സ്തുതിച്ച് സമാധിയായപ്പോഴാണ് അവിടെ നിന്നിട്ട് ഭഗവാന്റെ വാക്ക് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലാണ് ശോഭിച്ചത്. വിഷമ്യവേധാസ്ഥിതശാനുഭാജഃ. ഭഗവാൻ ബ്രഹ്മദേവൻ്റെ ഉള്ളില് ഹൃദയത്തില് ഭഗവാൻ പറഞ്ഞു എന്നാണ്. ബ്രഹ്മദേവൻ്റെ എല്ലാം അറിയുന്ന ആളാണ് ബ്രഹ്മദേവൻ എന്ന ഭാവത്തില്. മറ്റുള്ള ആൾക്കാർക്കൊന്നും ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവനാണ് ഭഗവാൻ ആശ്രയിച്ചപ്പം ഹേ ദേവന്മാരെ ഭഗവാൻ വിളിച്ചു. ബ്രഹ്മദേവ ഭയപ്പെടുന്നു വേണ്ട, ഞാൻ അവതരിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും ഉള്ളിലും ചൈതന്യമായിട്ട് ഞാൻ തന്നെയാണ് ശോഭിക്കുന്നത് എന്ന ഭാവത്തില് ആ സ്തുതിയെ കേട്ട് സന്തോഷിച്ച് ഭഗവാൻ മുമ്പെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ്. പുരൈവ പുംസാവകൃതോ ധരാജ്വലോ ഭവദ്ഭിരംശൈയതുഷൂപജന്യതാം സ്വയാവകുവ്യാഭരമീശ്വരേശ്വര സ്വകാലശക്തിയാക്ഷഭയംശ്വരേഭുവി. സർവാന്തര്യാമിയായ ഭഗവാൻ ഈ സ്തുതി കേട്ട് സന്തോഷിച്ച് ഭൂമിയുടെ സങ്കടത്തെ മനസ്സിലാക്കിയിട്ട് ഭാരത്തെ തീർക്കാൻ ഉള്ള ഉപായം ബ്രഹ്മദേവൻ്റെ ഉള്ളിൽ ഭഗവാൻ പറഞ്ഞു എന്നാണ്. ഞാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നുണ്ട് എന്ന ഭാവത്തെ ഭഗവാൻ ബ്രഹ്മദേവനെ ബോധ്യാക്കി കൊടുത്തു. ഭൂമിയിലെ ഭാരം തീർക്കാൻ ഞാൻ അവതരിക്കാൻ പോകുന്നുണ്ട്. എന്നോട് കൂടി എൻ്റെ ശക്തിയും ഒന്നിച്ചു വരുന്നുണ്ടെന്ന് അന്ന് ഞങ്ങളെ ഭൂമിയുടെ ഭാരത്തെ തീർത്ത് അനുഗ്രഹിച്ചോളാം എന്ന ബ്രഹ്മദേവനോട് ഉള്ളില് ഭഗവാൻ പറഞ്ഞ വാക്ക് ബ്രഹ്മദേവൻ ഭൂമിയോട് പറഞ്ഞു. ഭഗവാന്റെ വാത്സല്യത്തെ കാണിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ തൻ്റെ ഉള്ളിൽ പറഞ്ഞ വാക്ക് ഒന്നും കൂടി വ്യക്തമാക്കിയിട്ടാണ് ദേവന്മാരോടും ബ്രഹ്മാദേവനോടും ബ്രഹ്മദേവനെ അറിയിച്ചത്.
അത് ബ്രഹ്മദേവൻ ഉള്ളിൽ പറഞ്ഞ വാക്ക് എവിടെയാണ് അവതരിക്കാൻ കൊടുത്താൽ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് വസുദേവ ഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപര ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവം സ്ത്രീയ. ബ്രഹ്മദേവനോട് ഭഗവാൻ പറഞ്ഞ വാക്ക് പരമഭക്തനായ വസുദേവരുടെ ഗൃഹത്തിലാണ് ഞാൻ അവതരിക്കുക. അവതാരം കൊണ്ട് ഭൂമിയുടെ ഭാരത്തെ ഞാൻ ഇല്ലാതാക്കിക്കോളാം. ഞാൻ മുമ്പ് എന്നെ അവതരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ പത്നിമാരായിട്ട് ഇത് എൻ്റെ ആൾക്കാരായിട്ട് ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവം സുരസ്ത്രീയ. ദേവസ്ത്രീകളൊക്കെ എന്നെ സേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ പല ഭാവത്തിലും അവതരിച്ചോളുന്ന സ്ത്രീകളൊക്കെ യദുകുലത്തിലും അതുപോലെ മധുരയിലൊക്കെ അവതരിച്ചോളൂ, എന്നോടുകൂടി ആനന്ദം അനുഭവിക്കാൻ അവതരിച്ചോളൂ എന്ന് ദേവസ്ത്രീകളോട് ദേവന്മാരോ ഭഗവാൻ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾക്കൊക്കെ ഭൂമിയിലേക്ക് വന്ന് എന്നോടുകൂടി ആനന്ദം അനുഭവിക്കാൻ വന്നോളൂ എന്നാണ്. അപ്പോൾ ആ ദേവസ്ത്രീകളൊക്കെയാണ് ഭഗവത് പത്നിമാരായിട്ടും ഗോപികളായിട്ടൊക്കെ വന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒന്നിച്ചു പോകാന്നുള്ള ഭാവത്തിലാണ്. മാത്രമല്ല വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വരാൻ അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ജിഗീർഷയ. എന്നെ സേവിക്കാൻ വേണ്ടിയിട്ട് അനന്തമൂർത്തിയും വരുന്നുണ്ടെന്ന്. എൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് ശേഷമൂർത്തി ഇവിടെ വരുന്നത്. ജ്യേഷ്ഠഭാവേൻ അവതരിച്ചും അങ്ങ് രാമാവതാരത്തിന് വാസ്തവം ഭഗവാൻ അവിടെ അനന്തമൂർത്തി അനുജനായിട്ടാണ് വന്നതെങ്കിൽ ഇവിടെ അനന്തമൂർത്തി ജ്യേഷ്ഠനായിട്ടാണ് വരുന്നത്. കാരണം അങ്ങനെ അന്ന് രാമാവതാരത്തിലെ അധികം ക്ലേശം ഭഗവാൻ അനുഭവിച്ചു എന്ന് ലീലയാ ഭഗവാൻ അനുഭവിച്ചു എന്ന് അനന്തമൂർത്തിയായ ലക്ഷ്മണന് തോന്നിയതാണ്. ശ്രീരാമചന്ദ്രസ്വാമിക്ക് ദുഃഖമൊന്നും വാസ്തവമില്ലെങ്കിലും ഭഗവാൻ കുറെ ദുഃഖം അനുഭവിച്ചു എന്ന് ലക്ഷ്മണന് പോലും ഭഗവാൻ ആ മായ കാണിച്ചിട്ടുണ്ട്. ലക്ഷ്മണന് പോലും തോന്നിയത. അപ്പൊ ഇനി അങ്ങനെ ദുഃഖം അനുഭവിച്ചാൽ പറ്റില്ല, അവിടെ ആനന്ദം കൊടുക്കാൻ താൻ മുമ്പ് തന്നെ പോവാന്ന ആനന്ദമൂർത്തി പറഞ്ഞത്. അനന്തമൂർത്തി പറഞ്ഞത് താൻ ദുഃഖം വന്ന് ഇല്ലാതാക്കാൻ ഞാൻ മുമ്പ് തന്നെ പോവാന്ന് പറഞ്ഞാണ്. എല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കാനും ഭഗവാനെ സേവിക്കാനുമായിട്ട് അനന്തമൂർത്തി അത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ജിഗീർഷയ. ശ്രീഹരിയുടെ പ്രിയത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തമൂർത്തി ജ്യേഷ്ഠനായിട്ട് വരുന്നുണ്ട് എന്ന് കാണിച്ചു. വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതഞ്ജലൻ ആദിഷ്ടാഹുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. സത്യസ്വരൂപിണിയായ ദേവിയും മായാദേവിയും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് പഞ്ചംശത്തോടുകൂടി ഭഗവാന്റെ കാര്യം നേരാക്കാൻ വേണ്ടിയിട്ട് അവതരിക്കുന്ന ഭഗവാൻ ദേവിയോടും പറഞ്ഞു പോന്നോളൂ ഒന്നിച്ച് ആനന്ദം അനുഭവിക്കാം. അനന്തമൂർത്തിയോടും ദേവിയോടും ഭഗവാൻ പറഞ്ഞു ഒന്നിച്ച് പോന്ന ആനന്ദം അനുഭവിക്കാം, എൻ്റെ ഇച്ഛയെ സാധിപ്പിക്കുകയാണ് വേണ്ടതെന്ന ഭാവത്തില് ദേവി അങ്ങനെ ചോദിച്ചു. സജ്ജനങ്ങൾ പറയാറുണ്ട്, ഞാൻ പോലാണെങ്കിൽ എന്നെ ആൾക്കാർ സേവിച്ചാൽ ഞാൻ അവർ ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തോളൂ. എന്താ ഞാൻ കൊടുത്തോളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ദേവി ചോദിച്ചു, അങ്ങേ ആവശ്യപ്പെട്ടാലോ കൊടുത്തോളൂ. എന്നെ ആവശ്യപ്പെട്ടാൽ കൊടുത്തോളൂ. അതുകൊണ്ട് ഇത് അറിഞ്ഞിട്ടാണ് ഗോപികളൊക്കെ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവതിയാണ് ആവതിക്കും കരണീയം കരണീയം എന്നാ ഭഗവതിയെ സേവിക്കാൻ ചെയ്തത്. രുക്മിണ്യാണ് പത്നിമാരും അതുപോലെ തന്നെയാണ് ഭഗവാനെ കിട്ടാൻ ചെയ്തത്. ഭഗവതിയെ സേവിക്കുക, ഭഗവതിയെ എന്താച്ചാൽ കൊടുത്തോളൂ, എൻ്റെ ഇച്ഛാശക്തി തന്നെയെന്ന ഭാവത്തില് ദേവിയും ഭഗവാനെ സേവിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ബ്രഹ്മദേവൻ ഉള്ളിൽ പറഞ്ഞ വാക്ക് ബ്രഹ്മദേവൻ ശ്രീമഹാദേവനോടും ദേവന്മാരോടും ഭൂമിദേവിയോടും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭൂമിക്ക് അധികം സന്തോഷമായത് വാസ്തവം. കാരണം ദേവന്മാർ ഭൂമി തൊടില്ല. ഹോമസ്കന്ധത്തിൽ വന്നിട്ടുണ്ട്. ശ്രീദേവന്മാർ പോലും ഇവിടെ വന്നിട്ട് ച്യവന മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് ആ ച്യവന മഹർഷിക്ക് ചെറുപ്പാവാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ ഉണ്ടാക്കി സിദ്ധയരുണ്ടാക്കിയിട്ട് അതിൽ 3 പേരും കുളിച്ചെങ്കിലും സുകന്യ നോക്കിയപ്പോൾ ദേവന്മാർ പൊങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അവ ദേവന്മാര് ഭൂമി തൊടില്ല എന്നിരിക്കെ ദേവന്മാരുടെയും നാഥനായ ത്രിമൂർത്തികളുടെയും നാഥനായ ഭഗവാനാണ് തൻ്റെ മാല
നടക്കാൻ വരുന്നത് കളിക്കാൻ വരുന്നത് വന്നപ്പം അതിയായ സന്തോഷം. ഇവിടെ ഗദ്യഭാഗങ്ങൾ ആദ്യം വിസ്തരിച്ച് വന്നിരിക്കുന്ന അവിടെയൊക്കെ ആദ്യം വിസ്തരിച്ചുണ്ട്. മഹാദേവനും അതെ ഇങ്ങനെ അവതാരം വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മഴയൂർ പോയപ്പോൾ കണ്ടതാ. അവിടെ ഈ ദിവസങ്ങളിലൊക്കെ ഭഗവാന്റെ ലീലകളെ വൃന്ദാവനത്തിൽ വന്ന ആൾക്കാർ ആടിയിരുന്നു. പ്രത്യേകിച്ചും രാസലീലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരോ ലീലകൾ ആടുമ്പോഴും ഒരു ദിവസം മഹാദേവൻ വന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഗോപികളാണ് നിൽക്കുന്നത്. തടഞ്ഞു, അങ്ങനെ പ്രവേശനമില്ല. ചോദിച്ചു എന്താണ് കാരണം ചോദിച്ചു. കാരണം ഇങ്ങോട്ട് പോകണമെങ്കിൽ ഗോപികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, ഗോപികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മഹാദേവന് ബ്രാഹ്മണനെ കൂടിയാ വന്നതേ. എന്നാൽ ഗോപി ആവാന്ന് പറഞ്ഞ് മഹാദേവനും ബ്രാഹ്മണനും ഗോപി വേഷത്തിൽ അങ്ങോട്ട് വന്നിട്ടാണ് രാസലീല കാണാൻ വേണ്ടി വന്ന് അത് പങ്കെടുത്ത രംഗം. അപ്പോൾ ഭഗവാനോട് കൂടി ആനന്ദം അനുഭവിക്കണം, ഇങ്ങനെ തന്നെ വേണമെന്ന് കാണിക്കുമാറ് തൻ്റെ ഉള്ളിൽ പറഞ്ഞ വാക്ക് കേട്ടപ്പം മഹാദേവൻ തീർച്ചയായിട്ടും കൃഷ്ണാവതാരം പോകണം എന്ന ഭാവത്തിലാണ്. കാരണം ഇത് ആനന്ദം അനുഭവിക്കാൻ വേണ്ടി താൻ ശങ്കരമോഹനിൽ പോയി കുറച്ച് ആനന്ദം അനുഭവിച്ച പോലെ ആ നിത്യാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ദേവിയോട് കൂടി ഇവിടെ വന്നു. എന്ന് പറയാറുണ്ട്, ദേവിയോട് ഭഗവാൻ പറഞ്ഞ രഹസ്യമായിട്ടാണ് നമ്മൾ പോവല്ലേ കേട്ടോ, പോകണം. ഏത് വേഷത്തിലാണ് പോകേണ്ടത്? ഭഗവാന്റെ ഏതെങ്കിലും വേഷം ആയിട്ട് പോയാൽ മതി. അങ്ങനെ തീർച്ചയായിട്ടും ദേവി കണ്ടെത്തിയത് ഞാൻ ആ പൊഞ്ചിരം പാവാണ്. ഭഗവാന്റെ പൊഞ്ചിരം പായിക്കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, ഈ പാദത്തെ സേവിക്കലാണ് ശ്രേയസ് എന്ന് പറയാനോ മഹാദേവൻ ശരിയാട്ടോ. നന്നായി. ഞാൻ ഉദ്ദേശിച്ചാവാനല്ലാതെ, ഞാൻ ഉദ്ദേശിച്ച വേണു ആവാനാണ്. ദാമോദരാധരസുധാമി ആധരമാനങ്ങൾ ചെയ്യാറുന്ന ഭാവത്തിൽ വേണുവായിട്ട് വന്നത് ശ്രീമഹാദേവനാണ്. സത്യങ്ങൾ അറിയാറുണ്ട്. ഈ വാക്ക് ബ്രഹ്മദേവനെ എല്ലാവരെയും അറിയിച്ചു. ഇത്യാദി ശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭു ആശ്വാസ്യമഹീം കീർത്തി സ്വധാമ പരമം ഇയയോ. എല്ലാവരും തിരിച്ച് അവരവരുടെ ആശ്രമത്തിലേക്ക് തന്നെ ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്തേക്ക് പോയിക്കഴിഞ്ഞ പുത്രന്മാരോട് കൂടി അങ്ങോട്ടും പോയി, മഹാദേവൻ കൈലാസത്തേക്കും പോയി, ദേവന്മാർ ദേവലോകത്തേക്കും പോയി, എല്ലാവരും ഉപാധിക്കും പോയി. ഭഗവാന്റെ വാക്കും കേട്ട് ആശ്വസിച്ച് എല്ലാവരും സന്തോഷിച്ചു കൊണ്ടാണ് പോയത്. പിന്നെ വസുദേവന്റെ വിവാഹമാണ് കാണിച്ചത്. ശൂരസേനോ യദുപതി മധുരാമാവസൻപുരി മാധുരാൻ ശൂരസേനാംശ വിഷയാൻ പുരാ. അവിടെ മധുര രാജധാനിയിൽ ശൂരസേന മഹാരാജാവിൻ്റെ പുത്രൻ, അദ്ദേഹമാണ് മധുരയിലെ രാജാവ്. ആയത് മഹാരാജാവ്, മഥാപുരിയിലെ മഹാരാജാവ് ശൂരസേനാണെങ്കിൽ രാജ്യം വളരെ ഭംഗിയായിട്ട് പാലിച്ചുകൊണ്ടും വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ചുകൊണ്ടും കഴിയാണ്. അത് അദ്ദേഹം അജ്ഞാനം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കൃഷ്ണവിഗ്രഹം കൊണ്ടുവന്ന ഭക്തിയോടുകൂടി പൂജിക്കുകയാണ്. ഈ മധുരാപട്ടണത്തിലെ വസ്തുവം, മധുരാപട്ടണം രാമായണത്തിലെ ഭഗവാൻ ഉണ്ടാക്കിയതാണ്. മധുരാപട്ടണം അവിടെ ശത്രുഘ്നാണ് ലവണാസുരനെ വധിച്ചിട്ട് ഈ പട്ടണം ഉണ്ടാക്കി, കൊട്ടാരം ഉണ്ടാക്കി വെച്ചത്. അന്ന് താമസിക്കുന്നുണ്ടായില്ല. തന്നെ പൂർവേന്മാർ പോലെ താമസിക്കാവുന്ന ഭാവത്തിലാണ് കൃഷ്ണാവതാര ഭഗവാൻ താമസിക്കാൻ വന്നതെന്ന ഭാവത്തിൽ അവിടെ ആണെങ്കിൽ വേണ്ട പോലൊക്കെ നന്മ വരുത്തിക്കൊണ്ടാണ് എല്ലാവരും ഭഗവാനെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ടു. രാജധാനി തഥസ്ഥാഭുൽ സർവയാദവ ഭൂപൂജാം ഭഗവാൻ മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരി. അവിടെ ആൾക്കാരെ പരമ്പരയായിട്ട് തന്നെ എല്ലാവരും ഭഗവാനെ സേവിക്കുന്ന ഭഗവത് ഭക്തന്മാർ. മധുരാപുരിയിലുള്ള ആൾക്കാരും മുഴുവൻ ഭഗവാനെ സേവിക്കുന്ന ആൾക്കാരാണ്. കാരണം നിത്യം സന്നിഹിതം, എപ്പോഴും ഭഗവാൻ സന്നിധാനം അവിടെ ഉണ്ട്. അതെല്ലാവരും ഭഗവാനെ സേവിച്ചുകൊണ്ട് ആ മധുരാപുരിക്ക് ഒരു ദോഷവും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ തന്നെ ഭഗവാൻ അവതരിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം എന്നാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് മധുരയിലെ രാജാവായ വസുദേവരുടെ വിവാഹം. പശ്ചാന്തു ദേവക്യാ സൂര്യയാ സാധം പ്രയാണേരഥമാരുഹൻ. ശൂരസേന പുത്രനായ വസുദേവര് ദേവക മഹാരാജാവിൻ്റെ
വസുദേവന്റെ പുത്രിയായ ദേവകിയെ വിവാഹം കഴിക്കുന്ന വിവാഹത്തെ പറ്റിയിട്ട് ഭാഗവതം പറഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞു. വിവാഹത്തെ പറ്റിയിട്ട് ശേഷുതൻ പറയാൻ പറ്റില്ല എന്ന്. കാരണം ഭഗവാന്റെ അച്ഛനമ്മമാരാവാൻ ഭാഗ്യം സിദ്ധിച്ച അവരുടെ വിവാഹം നമ്മൾ പറഞ്ഞാലാവോ? എന്നാ പറയണ്ട പറഞ്ഞാലാവില്ല എന്ന ഭാവത്തിലാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യമൊന്നും ശീർഷകൻ അറിയാതെ ഒന്നും അറിയില്ല എന്ന വിവാഹം കഴിഞ്ഞുള്ള ഘോഷയാത്രയാണ് പോവുകയാണ്. തേരിൽ കയറിക്കൊണ്ടാണ് ദേവയ്യ സൂര്യയാ സാർത്ഥം പ്രയാണേ രഥമാ. തേരിൽ കയറിക്കൊണ്ട് വസുദേവനോട് കൂടി ദേവകിയെ എന്ന് വസുദേവയുടെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ വിവാഹം മറ്റൊരിക്കുന്നാവും. ദേവിയുടെ കൊട്ടാരത്ത ദേവന്റെ കൊട്ടാരത്താവുമ്പോൾ വിവാഹം ഉണ്ടാവുക. അവിടെ കഴിഞ്ഞിട്ട് കാരണം പണ്ടുള്ള നിയമമുണ്ട്, വധുവിന്റെ ഗൃഹത്തിൽ നിന്ന് വേണം വിവാഹം. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇത് രണ്ടും പതിവുണ്ട്. ശരിക്കും വേണ്ടത് വധുവിന്റെ ഗൃഹത്തിൽ നിന്ന് വിവാഹം കഴിച്ച് പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ബാക്കി ക്രിയ വിടുന്ന. പണ്ട് 4 ദിവസം ക്രിയല്ലേ, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചാണ് ക്രിയ എന്നുള്ള ഭാവത്തിലാണ് ഇവിടെ ആ തേര ഓടിക്കാൻ വേണ്ടിയിട്ട് ഉഗ്രസേനസുപ്രിയ ജിഗീർഷയ ഉഗ്രസേന പുത്രനായ കംസൻ തന്റെ സഹോദരിയാണ് ദേവകി എന്ന ഭാവത്തില് ഉഗ്രസേന ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഉഗ്രസേനന്റെ പുത്രനായ കംസൻ സഹോദരിയായ ദേവകിയുടെ വിവാഹം കഴിഞ്ഞുള്ള ക്രിയ നടന്നുകൊണ്ടിരിക്കെ വിവാഹം ഇവിടെ വെച്ച് കഴിഞ്ഞു. അങ്ങോട്ട് പോകുമ്പോൾ ആ തേരോടിക്കാൻ താൻ തന്നെ ആവാം എന്ന ഭാവത്തിലാണ് അതിയായ സ്നേഹം കൊണ്ട് ആ തേരാളിയെ മാറ്റി കംസൻ തന്നെ തേരോടിക്കുന്നു. രാത്രിക്ക് തേരുകൾ തയ്യാറാക്കി എത്തിയിട്ടാണ്. അതും അലങ്കാരം കൊണ്ട് രശ്മീൻ ഹയാനം ജഗ്രാഹ രൗക്മൈ രഥശതൈർവൃതം. അതും സ്വർണം കൊണ്ട് അലങ്കരിച്ച തേരിലാണ് കൊണ്ടുപോകുന്നത്. അത്രയും മനോഹരമായി അലങ്കരിച്ച തേരില് അതും ദേവകീ വസുദേവന്മാരെ പിടിച്ചിരുത്തിയിട്ട് തേര് കംസൻ തന്നെയാണ് സാരഥിയെ മാറ്റിയിട്ട് തേര് ഓടിക്കുന്നത്. കംസൻ തന്നെ തേര് ഓടിക്കുകയാണ്. അനവധി വസുദേവന് പറയേണ്ട അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാസ്തവം കൂട്ടാക്കാതെ കണ്ട സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് കംസൻ തന്നെ തേര് ഓടിക്കുമ്പോഴാണ് അനവധി സ്ത്രീധർക്ക് കൊടുക്കുന്ന ഭാഗവതം. ചതുശതം പാരിവരിഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുധം സാധം രഥാനാം സ്വർണം കൊണ്ട് അലങ്കരിച്ച ചതുശതം പാരിവരിഹം. സ്വർണം കൊണ്ട് അലങ്കരിച്ച തേരാണ് ചതുശതം. 400 എണ്ണാണ്. ഈ 5 വരികളൊക്കെ വേണം. ഇതൊരു കാലത്തെ കൊടുത്താൽ പോലെ അന്ന് രാജാക്കന്മാരിങ്ങനെ സത്യയുടെ വിവാഹം വർണ്ണിക്കില്ല. അവിടെ അനവധി തേരും കുതിരയും ആനയും കൊടുത്ത് ലക്ഷക്കണക്കിനാണ് കൊടുത്തതെന്ന് സത്യയുടെ വിവാഹത്തിൽ അവർ പറയുന്നുണ്ട്. ഇവിടെ 400 തേരാണ് കൊടുത്തതെന്നാണ്. അതും സ്വർണ്ണമയമായി ചതുശതം പാരിവരിഹം. അതും ഗജാനാം ചതുശതം സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 തേര്. അതുപോലെ ഗജാനാം ഹേമമാലിനാം സ്വർണം കൊണ്ട് കെട്ടിയുള്ള ആനകള്, അധികം ആനകള്, കുതിരകള് അശ്വാനാമയുധം 10,000 കുതിരകള് രഥാനാം ഇങ്ങനെ അസംഖ്യം സാധനങ്ങളായിട്ടാണ് സ്ത്രീധനം കൊടുത്ത തേര്, ആന, കുതിര ഇതൊക്കെ കൊടുക്കണമെന്നാണ്. ഇങ്ങനെ ദേവകിയോട് കൂടി വസുദേവര് പോകുമ്പം കംസൻ തന്നെ തേര് ഓടിക്കുന്നു. ദാസീനാം സുകുമാരീനാം ദ്വേഷത്തെ സമരംകൃതേ ഗുഹിത്രേ ദേവകപ്രാദാനേ ഗുഹിതൃവത്സര. ദേവകിയാണ് അത് കയറി പുറപ്പെട്ടപ്പോഴാണ് ദേവകിയെ അനുകരിച്ചുകൊണ്ടാണ് അസംഖ്യം പേരെ. അതും 200 ദാസിമാരെയും കൊടുത്തു. ശംഖപൂജ്യമൃദംഗാശ്ചാനേതുർദുർഭയശ്രമം പ്രയാണം പ്രക്രമേ താവത്പരവദ്ഭോ സുമംഗളം. ഭാര്യാഭർത്തക്കന്മാര് ദേവകീ വസുദേവന്മാര് ഈ തേരില് ഒന്നിച്ചിരിക്കുന്നു. യാത്ര ആരംഭിച്ചു. ആ യാത്ര ആരംഭിക്കുമ്പോൾ മംഗളശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ശംഖപൂജ്യമൃദംഗാശ്ചാനേതുർദുർഭയശ്രമം ദേവാദേവങ്ങളൊക്കെ പുറത്തേക്കാൻ തുടങ്ങി. അങ്ങനെ ഭംഗിയായിട്ട് തേര് ഓടിച്ചു പോകുന്ന കംസമഹാരാജാവാണ് തേരോടിക്കുന്നത്.
അങ്ങനെ തേൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും ശക്തിയിലെ ഒരു അശരീരി കേട്ടു എന്നാണ്. അധി പ്രഗൃഹിണം കംസം ആഭാഷ്യാശരീരവാക് അസ്യാസ്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. തേരോടിക്കുന്ന കംസനാണ് കേട്ടത്. വസുദേവരെയും ദേവകിയും കൊണ്ടുപോകുന്ന കംസൻ കേട്ടത്, ഹേ ദുഷ്ടാന അബുധാന ബുദ്ധിയില്ലാത്തവനെ എന്നാ വിളിക്കുന്നത്. അസ്യാസ്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. നീ അലങ്കരിച്ചു കൊണ്ടുപോകുന്ന സഹോദരിയുടെ 8ാമത്തെ ഗർഭം നിന്റെ ഹന്താവാണെന്ന് വസിക്കുന്ന. അസ്യാസ്വാം അഷ്ടമോ ഗർഭ ഹന്തായാം വഹസേ ബുധ. 8ാമത്തെ ഗർഭം നിന്നെ വധിക്കും കംസ എന്നുള്ള ഭീതിയുടെ ഭയപ്പെടുന്നൊരു വാക്കാണ് അശരീരിയിൽ കൂടി കംസൻ കേട്ടത്. അതോടുകൂടി സ്നേഹമൊക്കെ പോയിന്ന്. ഇത്യുക്തസഖല പാപോ ഭോജാനംബുധവംസന ഭഗിനിം ഹന്തുമാരബ്ധ ഖഡ്ഗവാണി കജേ ഗൃഹീർ. ദുർജനങ്ങളുടെ സ്നേഹം ഇങ്ങനെയാണ്. അവസരം കിട്ടിയാൽ പോയിന്ന്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ പോയി എന്ന് കാണിക്കുമാറ് ഇത് കേട്ടോടുകൂടി അശരീരി കേട്ടോടുകൂടി സ്വതവേ തന്നെ കംസൻ സ്വഖലാന്ന് ഭാഗവതം കൊടുത്തിട്ടുണ്ട്. ദുഷ്ടം തന്നെയാണ്. ഖലനായ അതും എന്തുകൊണ്ടാണ്? ഖലനുമാണ്, പാപിയാണ്. സ്വഖല പാപോ ഭോജാനം കുലവാസയിക്കും. ഈ വംശത്തെ ഭോജവംശത്തെ നശിപ്പിക്കുന്ന പാപിയായ ദുഷ്ടനായുള്ള ഒരു ദയയും ഇല്ലാത്ത ഈ കംസൻ ഇത് കേട്ടോടുകൂടി ഭഗിനി ഹന്തുമാരബ്ധ സഹോദരിയെ വധിക്കാൻ വേണ്ടി ഖഡ്ഗവാണി കജേ ഗൃഹീർ വധിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടാണ്. തൻ്റെ അതിട്ടു, തൻ്റെ വാളിട്ടു. വധിക്കാൻ വേണ്ടിയിട്ട് വാളിട്ട് വധിക്കാൻ വേണ്ടിയിട്ട് ദേവകിയെ കടന്നു പിടിച്ചു. കജേ ഗൃഹീർ ദേവകിയുടെ അലങ്കരിച്ചുള്ള മുടിയെ കടന്നു പിടിച്ചു. ആ മുടി കടന്നു പിടിച്ച് വധിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ദേവകിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട കംസനോട് വസുദേവൻ തഞ്ചുഭുപ്സിത കർമാണം നിരവക്രമം വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്വൻ. ഈ നികൃഷ്ടമായ കർമ്മം ചെയ്യാൻ പുറപ്പെടുന്ന കംസനോട് വസുദേവരെ പറഞ്ഞു, ഇത് ഈ പ്രവൃത്തി ശരിയല്ല. കാരണം അങ്ങയുടെ യശസ്സുപ്പ എല്ലാ ദിക്കിലും പറഞ്ഞു. നല്ല യശസ്സുള്ള ആളാണ്. അങ്ങനെയുള്ള അങ്ങ് ഈ ഒരു കൃത്യം ചെയ്താൽ അങ്ങനെ യശസ്സൊക്കെ പോവില്ലേ? കാരണം ഇത് ചെയ്യാൻ പാടില്ല എന്ന് ആസ്വദിപ്പിച്ചുകൊണ്ടായി നികൃഷ്ടകർമ്മം ചെയ്യരുത്. അതും വിവാഹമധ്യമാണ്, സഹോദരിയാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന നല്ല വാക്കുകൾ വസുദേവര് കംസനോട് പല പല ഉപായങ്ങളും പറഞ്ഞു നോക്കുന്ന. ഹേ വസുദേവരെ, കംസൻ ശ്രദ്ധിച്ചു കേൾക്കുന്ന അങ്ങയുടെ യശസ് സാധനീയ ഗുണശൂരയ്യ ഭവാൻ ഭോജയശസ്കര സകഥം ഭഗിനീം ഹന്യ പ്രിയമുദ്വാഹമി. അതും വിവാഹത്തിൻ്റെ മധ്യത്തിലാണ്. എങ്ങനെയാണ് ഈ വേണ്ടാത്ത ബുദ്ധി അങ്ങനെ തോന്നിയത്? സകഥം ഭഗിനീം ഹന്യാൻ, എങ്ങനെ സഹോദരിയെ വധിക്കാൻ തോന്നി? വാസ്തവം കാരണം അങ്ങയുടെ യശസ് പോവില്ലേ? ഇത്രയും നല്ല യശസ് ഉണ്ടാക്കിയ ആള് ഇത് ചെയ്താൽ യശസ്സൊക്കെ കളങ്കമല്ലേ? ഇത്തരം പ്രവൃത്തി ചെയ്യരുത് എന്ന് വസുദേവര് പറഞ്ഞു. മാത്രമല്ല, ഹേ കംസൻ, ഈ ദേവകിയെ വധിച്ചാൽ അങ്ങയുടെ മരണജാതവും ആകെ ജനിച്ചാൽ ഉറപ്പുള്ള വസ്തു മൃത്യുർ ജന്മവതാവും വീര ദേഹേന സഹജായതേ അദ്യ വാ അപ്തശതാന്തേ വൈ മൃത്യുരുവൈ പ്രാണീനാം ഭുവ. മൃത്യു ഒന്നിച്ച് മരണം ജനിക്കുന്നതോടുകൂടി ഒന്നിച്ച് മരണം ഒപ്പം വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ഉണ്ടെന്നാണ്. ദേഹേന സഹജായതേ, ദേഹത്തോടു കൂടി ഒപ്പം നമ്മുടെ ഒപ്പമുള്ള ആളാണ് മരണം. അതും മരണം ഇന്നാവാം, നാളെയാവാം, എന്നാച്ചാലാവാം പരമാവധി 100 കൊല്ലം. ഇത്തരം കർമ്മം ചെയ്ത് ആകെ ഉറപ്പുള്ള മൃത്യുവായി പ്രാണീനാം ധ്രുവ. ജനിച്ച ആൾക്കാർക്ക് ആകെ ഉറപ്പുള്ള വസ്തു ഹേ കംസൻ മരണമാണ്. ദേവയെ കൊന്നാൽ മരണം ഇല്ലാതാവുന്നില്ല. അത് ചെയ്യരുത്. കാരണം ഓരോരോ ജീവനും സഞ്ചരിക്കുന്നത്
ധർമ്മത്തെ പറഞ്ഞു ഓരോരോ ജീവനും സഞ്ചരിക്കുന്നത് ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഭവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാപ്തനന്ദിജ ദേവഭു. ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ശരീരം അപ്പം തന്നെ കിട്ടണമെന്നാണ്. അങ്ങനെ ശരീരമായിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നല്ലാതെ കണ്ട് ദേഹാന്തരം അനുപ്രാപ്യ പ്രാപ്തനം ജഗത്തെ അവനവന്റെ കർമ്മത്തിനനുസരിച്ച് ഓരോരോ ശരീരത്തെ സ്വീകരിച്ച് ജീവൻ ഇങ്ങനെ സഞ്ചരിക്കാൻ ചെയ്യുന്നത്. അതൊന്ന് പിടിച്ചിട്ടാണ് മറ്റത് വിടുന്നത്. അതും കർമ്മം ചെയ്തുകൊണ്ട് വാസനയ്ക്കനുസരിച്ചാണ് ഓരോരോ ശരീരം സ്വീകരിക്കുന്നത്. അത് പ്രാരബ്ധം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നുണ്ട്. വ്രജംസ്ഥിഷ്ഠൻ പദൈകേന യഥൈവൈകേന ഗച്ഛതി യഥാ ഗുണജലൂകൈവം ദേഹി കർമ്മഗതിംഗത. അവനവന്റെ കർമ്മത്തിനനുസരിച്ചാണ് ഓരോരോ ശരീരം സ്വീകരിക്കുന്നത്. അപ്പോൾ ശരീരം സ്വീകരിക്കുക, ശരീരം ഉപേക്ഷിക്കുക. ഒന്നിനെ സ്വീകരിച്ചിട്ടാണ് മറ്റത് ഉപേക്ഷിക്കുന്നത്. കാരണം എങ്ങനെ ജീവികളെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു പാദം വെച്ച് ഉറച്ചിട്ടാണ് മറ്റേ പാദം എടുക്കുന്നത്. കാരണം 10 പാദവും 8 പാദവും നടക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പം അങ്ങോട്ട് വെച്ച പാദം ഉറച്ചിട്ടാണ് മറ്റേ പാദം എടുക്കുന്നത്. ഇതുപോലെയാണ് ഒരു ശരീരത്തെ കണ്ടിട്ടാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത്. ആ ശരീരം എങ്ങനെ ഉണ്ടാവുന്ന കർമ്മം കൊണ്ടാണ്. അവനവൻ്റെ കർമ്മത്തിൻ്റെ വാസനയ്ക്കനുസരിച്ച് ഓരോരോ ദേഹം ഇന്ന ദേഹം ഇല്ല. ചിലപ്പോൾ ഈച്ചയാവാം, ചിലപ്പോൾ പൂച്ചയാവാം, ചിലപ്പം എലിയാവാം, മനുഷ്യനാവാം, രാജാവാം, സ്ത്രീയാവാം. ഏത് രൂപത്തിൽ അവനവൻ്റെ കർമ്മവാസനയ്ക്കനുസരിച്ചാണ് ശരീരം സ്വീകരിക്കുന്നതും ഉപേക്ഷിക്കുന്നതും. അത് ഏതൊരാൾക്കും ഇതുണ്ടെന്ന്. മരണഭയം ഇല്ലാത്ത ആരുമില്ല. ആകെ ജനിച്ചാൽ ഉറപ്പുള്ള വസ്തു മരണമാണ്. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേനാധിനിവിഷ്ടചേതന ദുഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യതേ കൽക്കിമഭീഹ്യഭസ്മതി. ഈ ശരീരം സ്വീകരിക്കല്, ശരീരം ഉപേക്ഷിക്കല്, ഇത് രണ്ടും ജീവനിലൊന്നൊരു മാറ്റമില്ല. ജീവൻ തന്നെയാണ്. ജീവൻ വാസ്തവം യാത്രക്കാരനാണ്. വണ്ടിയാണ് ശരീരം. അതിന് ഓരോരോ വണ്ടി കാറിൽ കയറുണ്ട്, ബസ്സിൽ കയറുണ്ട്. ഇങ്ങനെ ഓരോന്നിൽ കയറുന്ന കൂട്ടം ചിലപ്പം നല്ല ശരീരം കിട്ടും, ചിലപ്പോൾ ഈ ശരീരം കിട്ടും. ഏതായാലും ജീവന് മാറ്റമില്ലാതെ കണ്ട് ഇങ്ങനെ ശരീരം സ്വീകരിച്ചും ഉപേക്ഷിച്ചും പോകണം. അത് ചിലപ്പോൾ ദേവശരീരമാവാം, ചിലപ്പം മനുഷ്യശരീരമാവാം. ആർക്കായാലും ഏതൊരാൾക്കും ആകെ ഉറപ്പുള്ള വസ്തു ഇത് ഉപേക്ഷിക്കലുണ്ട്, ഇത് സ്വീകരിക്കലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കലും ഉപേക്ഷിച്ച് നടന്നുകൊണ്ടിരിക്കേ ആരും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഈ മരണഭയമുണ്ട്. കാരണം അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഇത്തരം ദ്രോഹകർമ്മം ചെയ്താൽ അതിനനുസരിച്ചുള്ള വാസന ഉണ്ടാവുക. അപ്പം അതനുസരിച്ചുള്ള ശരീരമാണ് കിട്ടുക. ഇത്തരം കർമ്മം ചെയ്യാനാൽ നല്ല ശരീരം സ്വീകരിച്ച് പോവാം. ശരീരം ഏതാണ്ട് ഉപേക്ഷിച്ച് വരും. അതുകൊണ്ട് നല്ല ശരീരത്തെ സ്വീകരിക്കാം. നല്ല കർമ്മങ്ങൾ ചെയ്യാണ് വേണ്ട. ചിത്തകർമ്മം ചെയ്തു പോവരുത്. യഥോ യഥോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപഞ്ചസു ഗുണേഷു മായാരഹിതേഷു ദേഹ്യസു പ്രപദ്യമാന സഹതേന ജായതേ. ഭഗവാനാണെങ്കിൽ ശരിയായ ജ്ഞാനസ്വരൂപിയായ ഭഗവാനെ നമ്മൾ ഓരോരോ കർമ്മം ചെയ്ത് ഈ മനസ്സ് കർമ്മത്തിൽ വെക്കുന്നു. അങ്ങനെ മനസ്സും ഈ ഇന്ദ്രിയങ്ങളും മനസ്സിലും ഈ കർമ്മത്തിൽ വെക്കിയ കാരണം ഈ മായ ബാധിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഈ ദേഹമായിട്ട് ഇങ്ങനെ ഈ മായ കൂടുകൊണ്ടാണ്. അതും ത്രിഗുണങ്ങളായിട്ട് ബന്ധപ്പെട്ട് മായ കൂടുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളായിട്ട് കലർന്നു നിൽക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുമ്പം ഇങ്ങനെ ഓരോന്നിനു വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ ഈശ്വരേച്ഛ പ്രകാരം യഥോ ധാവതി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജനിച്ചും മരിച്ചും കഴിയുന്നിടയ്ക്ക് ഗുണേഷു മായാരഹിതേഷു ദേഹ്യസു. ഗുണങ്ങളെ സമ്പാദിച്ച മായയെ ജയിക്കാൻ സാധിച്ചാൽ അവൻ സ്വസ്ഥനാകുന്നു. അവ ഗുണങ്ങൾ സമ്പാദിച്ച് മായ ഇല്ലാതെക്കാൻ സാധിക്കണം. അതുവരെ ഇങ്ങനെ ഓട്ടം തന്നെയാണ്.
ഇങ്ങനെ ജനിച്ചും മരിച്ചും ശരീരം സ്വീകരിച്ചും ശരീരം ഉപേക്ഷിച്ചും പോവുകയാണ്. അപ്പോൾ ഏതൊരാൾക്കും ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഘോരമായ പാപങ്ങളെ ചെയ്താൽ അങ്ങനത്തെ ശരീരമാണ് വിട്ടുവിട്ടത്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഈ ശരീരമുള്ളപ്പം പാപം ചെയ്യാതിരിക്കാൻ ഇല്ലെങ്കിൽ പാപത്തെ കുറയ്ക്കാൻ ചെയ്ത പാപത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ കൊണ്ട് പാപം ചെയ്യാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഇത് വലിയൊരു പാപമാണ്. കാരണം അതും സഹോദരീ വധം അത്രയും നികൃഷ്ടമാണ്. അതും ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് അതും വിവാഹത്തിന് പല ഉദ്ദേശമില്ലേ. വിവാഹത്തിന് നന്മയായിട്ട് പല മോഹങ്ങളും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവില്ലേ. അപ്പം അതൊക്കെ ഇല്ലാതൊക്കെ ചെയ്യണത് വലിയ ദോഷമാണ്, വലിയ പാപമാണ് ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് ഇത്തരം കർമ്മം ചെയ്യരുത് എന്ന് വസുദേവന് വീണ്ടും ഇതന്നെ ഉപദേശിക്കുന്നു കംസനെന്ന്. എന്തായിട്ടും അവിടെ നിൽക്കണം മനസ്സിലാവുന്നില്ല എന്നാ. ജ്യോതിർയഥൈവോദപാർത്ഥിവേശ്വത സമീരവേദാനുഗതം വിഭവ്യതേ ഏവം സ്വമായാനിധിദേശ്വസൗപുമാൻ ഗുണേഷു രാജാനുഗതോ വിമുഹ്യതി. ഈ ശരീരം നമുക്ക് സിദ്ധിച്ചു. ഈ ശരീരം കൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ ഞാൻ ഇനി പോയി വന്നിട്ടാവാം സൽക്കർമ്മം ചെയ്യാൻ വിചാരിച്ചാൽ ഇനി ഏതായിട്ടാ വരിക? ആർക്കും പറയാൻ പറ്റില്ല ഇനി ഏതായിട്ടാ വരിക. ഇതുപോലെ ഉത്തമ കുലത്തില് ബ്രാഹ്മണനായി ജന്മം കിട്ടുന്ന ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ വേദം പഠിക്കുന്ന ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ പൂജ കഴിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? നാമം ജപിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? ഏത് ശരീരമായിട്ടാണ് വരാൻ ഇഷ്ടമില്ല. കർമ്മത്തിനനുസരിച്ചാണ് ഓരോന്ന് വരുന്നത്. അതുകൊണ്ട് ദുഷ്കർമ്മം ചെയ്താൽ ഉണ്ടാവുക പിന്നെ ചീത്ത ശരീരമാണ് കിട്ടുക. അതുകൊണ്ട് ഈ ദേഹത്തെ വാസ്തവം സംരക്ഷിക്കണം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. 84 ലക്ഷം കോടി ജന്മം കഴിഞ്ഞിട്ടാണ് ഭാരതഭൂമി ശരീരം ഇത് വീണുപോയാൽ പിന്നെ എന്തായിട്ടാ വരിക? ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഈ എളുപ്പം ഈ ദേഹത്തെ നിലനിർത്തണം. ഈ ദേഹം നിലനിന്നാലേ ഈശ്വരനെ സേവിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു പൂച്ചയായ നാമം ജപിക്കാൻ പറ്റുമോ? പൂച്ചയായ ഭാഗവതം വായിക്കാൻ പറ്റുമോ? ആനയായ നാമം ജപിക്കാൻ പറ്റുമോ? ആനയായാൽ ഗുരുവായൂരിന് എഴുന്നള്ളിക്കാം. കഥ കേൾക്കാൻ പറ്റുമോ? നാമം ജപിക്കാൻ പറ്റുമോ? അപ്പം ഈ ശരീരം വളരെ വിലപ്പെട്ടതാണ്. അതിനെ രക്ഷിക്കുക തന്നെ വേണം. ശരീരത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം. അത് പ്രത്യേകിച്ചും ഭക്ഷണാദികൾ കഴിച്ചോളണം. ശരീര അലങ്കാരാദികൾ മുഴുവൻ ചെയ്തോളണം. ശരീരം നിലനിന്നാലേ ഈശ്വരനെ സേവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല വിചാരത്തോടു കൂടി ശരീരം നിലനിർത്താൻ വേണ്ട കർമ്മം ചെയ്താൽ ഇതെന്തിനാ നിലനിർത്തുന്നതെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ഈശ്വരനെ സേവിക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടി ശരീരം നിലനിർത്താൻ വേണ്ട കർമ്മം ചെയ്യണം. അല്ലാതെ കണ്ട് ഈ ദേഹം സിദ്ധിച്ചു ഇത് വീണു പോണവരെ വേണ്ടാത്ത കർമ്മം ചെയ്യാതിനനുസരിച്ച് ദേഹം കിട്ടുള്ളൂ. വാസ്തവം അങ്ങ് ഈ ദ്രോഹം ചെയ്യരുത് മഹാരാജാവേ. അങ്ങനെ യശസ് കൂടി വരുന്നത് ഇല്ലാണ്ടാവല്ലേ ചെയ്യാം. പിന്നെ ആനന്ദം അനുഭവിക്കാൻ ഈ ദേഹം വേണം. മറ്റൊരു ജീവിയേക്കാൾ മറ്റു ജീവികൾക്കൊക്കെ ചതുഷ്ടയങ്ങൾ മാത്രമേ ഉള്ളൂ. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം അത് മാത്രമേ ഉള്ളൂ. ആ പശുപദേവൻ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് കുട്ടികളെ ബ്രഹ്മസൗഖ്യം ത്വനന്ദം ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. ഈ ശരീരം വളരെ വിലപ്പെട്ട മഹാരാജാവേ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം വധിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ഉണ്ടാവുക കളങ്കാണ്. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിനൊന്ന് ബാധിക്കും. ചെയ്തല്ലോ എന്ന ഭാവമാണ് ഇത്തരം കർമ്മം ചെയ്ത് ദ്രോഹം ആചരേ സ്വഭാവിധ ആത്മനക്ഷേമമന്ത്രി ചന്ദ്രോഭുവൈ പരതോ ഭയം. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ മഹാരാജാവ. ഇങ്ങനെ ഇരിക്കുന്ന ഈ ശരീരം ഈ ആത്മാവിന് വേണ്ട കർമ്മ ഈശ്വരനെ സേവിക്കാൻ തന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദ്രോഹവും ഒരാളോടും ചെയ്യത്. തസ്മാന്ന കർഷദ്രോഹം ആചരേ സ്വഭാവിധം. ഒരു ദ്രോഹവും ഒരാളോടും ചെയ്യാതെ കൊണ്ട് അങ്ങ് ചിന്തിക്കുക. ദ്രോഹിച്ചാൽ ഉണ്ടാവുന്നത് ഇഹലോകത്തും സുഖമില്ല, പരലോകത്തും സുഖമില്ല. വാസ്തവം കാരണം ഒരു വിരല് ഒരാളെ ചൂണ്ടിയാൽ
മറ്റു 3 പേരും ഇങ്ങോട്ട് ആ ചൂണ്ടുന്ന അവരവർ തന്നെ ആ ചൂണ്ടുന്ന ഇത്തരം കർമ്മം ചെയ്യരുത് എന്ന ഭാവത്തില് വസുദേവരെ കംസനെ പറഞ്ഞ് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല ഏഷാ തവ അനുജാബാല കൃപണാ പുത്രികോപമ ഹന്തുന്നാലുതി കല്യാണി വിമാത്വം തീരവത്സല. ഹേ മഹാരാജാവേ, അങ്ങയുടെ സഹോദരിയാണ്, അതും വിവാഹ സമയമാണ്, അങ്ങയുടെ പുത്രിയെ പോലെയാണ്. ഈ സന്ദർഭത്തിലെ അന്തുതി കല്യാണി വിമാത്വം, ഈ പെൺകുട്ടിയെ വധിക്കരുത്. ദീനയാണ്, വിഷമിച്ചിരിക്കുകയാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ ദേവകിയെ വധിക്കരുത് എന്ന പല പല മാർഗങ്ങളും വസുദേവരെ കംസനെ പറഞ്ഞ് ബോധ്യപ്പെട്ടു. ബാക്കി ഭാഗം നമുക്ക് നാളെ ഭക്തിമാരി വർണ്ണിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണീയം വായിക്കാറുണ്ട്. ഹിരണ്യാക്ഷം താവദ്വരദഭവദന്വേഷണപരം ചരന്തം സംവർത്തേ പയസി യംഘാപരിമിതേ ഭവദ്ഭക്തോ നൃത്യാ കപടപടുധീയം നാരദമുനി സ്വനൈരൂരേ നന്ദൻ ദർജമഭിനിന്ദം സ്തവബലം സമായാവീ വിഷ്ണുർഹരതി ഭവദീയം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിതവിദിതേനാഭിഗതിത മദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദീക്ഷിതപഥോ ഭവന്തം സംപ്രാപധാരണീധരമുദ്യന്തമുദകാൽ അഹോ ആരണ്യോയം മൃതൈതിഹസന്തം ബഹുധരയ്യർഷുരുക്രയ്യവിദ്യന്തം വിജിതമവജ്ഞായ ഭഗവൻ മഹീന്ദ്രഷ്ടാ ദ്രഷ്ടാശിതംഷ്ടാശിരസിതഗീതം സ്വേന മഹസാ വയോധാവാഹായ പ്രസമുദയുംഘാമൃതവിധൗ ഗദാവാണൗ ദൈത്യേ ത്വമവിധി ഗൃഹീതോന്നതഗതോ നിരുദ്ധേന ക്രീഡൻ ഘാണ്ഡാധരവോത്പുഷ്ടവിയത രണാലോകൗസൂക്യാന്നിഴതി സുരസംഘേരുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമവിധാത്രാജതദിഷേ ഗതോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ദധായാം വിധി ഭുവോ യദാഘാതാ ഭൗമൗ ഷഠിതി പരികായാമഹോ മധുസ്മേരാസ്യസ്ത്വം ദർഗകുലനിർമൂലനജനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുജിഷേ തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയിച്ഛിന്ദത്യേനൽ കരകലക്രേ ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യാസഖലു വിദുതം സ്വാം സഹതനോ ഗണന്മായേ മായാസ്വൈകിരജധന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിഭുതേ അതോ മായാചക്രേ വിതഖലരോഷം ധമനസം വരിഷ്ഠാഭ്യർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി മഹാകായ സ്വയം തവ ചരണപാദ പ്രമഥിതോ ഗണഗ്രക്രോ വക്താദപദർഷിഭിः ശ്ലാഘിതഹരി തദാ ത്വാമുദ്ദാമ പ്രമദഫലവിദ്യോതിഹൃദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭി സ്തുതിഭ്യനുവന്നൻ സ്തുതിഭിരനുവന്നധ്വരതനും ത്വജിച്ഛന്തോ രോമസ്വവികുശലനശ്ചക്ഷുഷി ഘൃതം ചതുർഹോദാരൗഘ്രൗ ശ്രുതവിവദനേ ചോദരയിട ഗൃഹായുക്വായാം ദേവരപുരുഷ കർണേ ചമസാ വിഭോ സോമം വീര്യം വരദഗണദേശേ കൃപസദാ
मुनीन्द्रैरित्यादिस्तवनं खरयर्मोदितमनामहीयस्यावोक्त्या विमलकीर्त्या च विलसन् स्वधिष्ण्यं सम्प्राप्त सुखरसविहारी मधुरिपो निरुन्ध्यारोदं मे सकलमपि वातालयपते सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द तावदाङ्घ्रियुग्मस्वमनुपङ्गय सम्भवङ्गजन्म निजमन्दरमन्दराय हीनं चरितं ते कथयन् सुखं निधाय समये खलु तत्र कर्दमाख्यो दुहिणच्छाय भवस्त्वदीयवाचा तदसर्गरसो निसर्गरम्यं भगवं स्वामियुतं समाशिषेवे गरुडोपरि कालमेघतम्रं विलसल्केलि सरोजपाणिपद्मं हसितोल्लसिताननं विभोत्वम् अबुलाविष्कुरुषे स्म तर्दमाय स्तुपदे पुलकावृताय तस्मै मनुपुत्रीन्द्रियतां नवाभिपुत्री कपिलं च सुतं स्वमेव पश्चात् स्वगतिं चात्यनुगृह्य निर्गतो भूव समनुष्यतरूपया महिष्या गुणवत्या सुधया च देवहूत्या भवतीरितनारदोपदिष्ट समदात्पद्ममागति प्रतीक्षं मनुनोपहृतं च देवहूतिं करुणीरत्नमभाव्यकर्दमोऽसौ भवदक्षरनिर्वदो विवस्यां नृशुश्रूषणया दधौ प्रसादं स पुनस्तुपासनप्रभावात् दयिता कामकृते कृते विभाने वनिताकुलसङ्कुरो नवात्मा विहरद्देव पथेषु देवहूत्या शतवर्षमथ विदित्य सोऽयं नवकन्या समवाप्य सज्ञरूपा कनयानसमुद्यतो विकान्ताहितदृ त्वज्जनोत्सुकोऽन्यभांसीर् निजभर्तृगिरा भवन्ति सेवानिरतायामघदेवदेवहूत्यां कपिलस्त्वमजायधायनानां प्रथयिष्यन् परमात्मतत्त्वविद्यां वनमेयुषि कर्दमे प्रसन्ने मदसर्वस्वमुपादिशञ्जधन्यै कपिलात्मकवायुमन्दिरेश त्वरितं त्वं परिपाहि मां दधौधान् सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ധാരാളിയല്ലേ തിരിച്ചു അതല്ല ഒന്ന് സ്വയം പരിചയപ്പെടുത്തി കൂടി വേണേ എനിക്ക് പരിചയപ്പെടുത്താൻ അറിയില്ല അതുകൊണ്ടാണ് ആരാന്നുള്ളത് നിർത്തുമ്പോഴേ ഒന്ന് അങ്ങേ പരിചയപ്പെടുത്തും കൂടി വേണേ ചെക്ക് കൂടെ പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഗുരുവായൂരപ്പാശ്രണം 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 കപിലോപദേശം 15-ാം ദശകം മതിരിഹ ഗുണസക്താബന്ധദത്തേഷ്വസക്താ ത്വമപകൃതവരുന്ധേ ഭക്തിയോഗസ്തു സക്തിം महदनुगमलभ्या भक्तिरेवात्र साध्या कपिलतनुरिति त्वं देवहूती निगादि प्रकृतिमहदहङ्काराश्च मात्राश्च भूतान्यविहृदविदसाक्षी पूरुषः पञ्चविंशः इति विदितविभागोच्यते सौ प्रकृत्या कपिलतनुरिति त्वं देवहूती निगादि प्रकृतिमहदहङ्काराश्च मात्राश्च भूतान्यविहृदविदसाक्षी पूरुषः पञ्चविंशः इति विदितविभागोच्यते
उच्यते सौ प्रकृत्या कपिलतनुरिदित्वं देवहूती न्यगादि प्रकृतिगतगुणौघैर्नाज्यते पूरुषोऽयम् इरिदु सजति तस्यां तद्गुणास्तं भजेरन् मदनुभजनतत्त्वालोचनैः साप्यपेयात् कपिलतनुरिदित्वं देवहूती न्यगादि विमलमतिरुपातेन आसनाद्यैर्मदङ्गम् गरुडसमधिरूढं दिव्यभूषायुधाङ्गं रुचितुलितमालं शीलयेदानुवेलं कपिलतनुरिदित्वं देवहूती न्यगादि मम गुणगणलीलाकर्णनैः कीर्तनाद्यैर्मयि सुरसरितोकप्रख्यचित्तानुवृत्ति भवति परमभक्ति सा हि मृत्योर्विजेत्री कपिलतनुरिदित्वं देवहूती न्यगादि अहः बहुलहिंसा सञ्जितार्थैः कुटुम्बं प्रतिदिनमनुपुष्णन् स्त्रीजितो बाललाडि विशदिर्हसकृतो यातनां मय्यभक्तः कपिलतनुरिदित्वं देवहूती न्यगादि युवतिजठरखिन्यो जातबोधोऽप्यकाण्डे प्रसवगणितबोधपीडयोल्लङ्घ्य बाल्यं पुनरपि मुह्यत्येव हरुण्यकाले कपिलतनुरिदित्वं देवहूती न्यगादि पितसुरगणयाजी धार्मिको यो गृहस्थः स च निपतिकाले दक्षिणाभ्योपगामि मयि निहितमकामं कर्मतूदपदार्थं कपिलतनुरिदित्वं देवहूती न्यगादि इति सुविदितवेद्यां देव हे देवहूतिं कृतनुतीम् अनुगृह्य त्वं गतो योगिसङ्घय्य विमलमतिरथासौ भक्तियोगेन मुक्ता त्वमपि जनहितार्थं वर्तसे प्रागुदीच्यां परमकिमबहुकुर्या तुल्पदाम्भोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं तद्विधूय मयान्मे गुरुपवनपुरेश तुय्युपाधल्स्वभक्तिं സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം. ഞാൻ പയ്യന്നൂർ ചേന്നമംഗലത്തിൽ ശങ്കരൻ നമ്പൂതിരി എന്ന് അറിയപ്പെടും. എല്ലാവർക്കും നമസ്കാരം. വലിയ പുസ്തകമുണ്ടോ? എനിക്ക് കാഴ്ചക്കൊരു ഇത് പറ്റുമോ? വലിയ പുസ്തകമാണല്ലോ. പുസ്തകം വലുതാണ്, അക്ഷരം കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. പുസ്തകം അതിനൊക്കെ അത് മതി മതി. 16 അവിടെ ദശകം 16 നാരായണാവതാരം ലക്ഷ്യം. ദക്ഷോ വിരിഞ്ചതനയോദമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഷോദശചാരകന്യാ ധമ്മേ ത്രയോദശ തതോ വിദുഷുസ്വതാം ച സ്വാഹം കവിർഭുജി സതിം ഗിരിശേത്വദംശേ മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതദൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവശുർമുഖുസുരൗഖ ദൈത്യ
दैत्यं सहस्रकवचं कवचैपरीदं सहस्रवत्सरतपस्समराभिलवे पर्यायनिर्मिततप समरौ भवन्तौ शिष्टैककङ्कणमं न्यवतां सलीलम् अन्वाचरन्नुपदिशन्न विमोक्षधर्म त्वं भ्रातृमन्वदरिकाश्रममध्यवासी शक्रोधते शमतपोपरदिक्सहात्मा दिव्याङ्गना परिवृतं प्रतिघायमानं कामो वसन्तमलया निलबन्धुशाली कान्ताकटाक्षविशिखेर्विकसद्विलासै विद्यन्मुहुर्मुहुरकम्पमुदीक्ष्य च त्वां वेदत्वयादजगदे मृदुहासभाजा भीत्यालमङ्गजवसन्तसुरङ्गनाभो मन्माननं तु कलुषध्वमिति ब्रुवाण त्वं विस्मयेन परितं स्तुवदामधैषां प्रादर्शय स्वपरिचारककादराक्षी सम्मोहनाय मिलितामदनादयस्ते त्वद्वासिका परिमलै किल मोहमावु दत्तां त्वया च जगुस्त्रपयैव सर्वस्वरूपासि गर्वशमनिं पुनरुपचिन्तां दृष्ट्वोर्वशिं तव कथं च निशम्य चक्र पर्याकुलोचनि भवन्महिमावमर्षा एवं प्रशान्तरमणीयतरावधारत्वोऽधिको वरदकृष्णतनुस्त्वमेव दक्षस्तु धातुरतिलालनयारुजोन्धो नात्यादृतस्त्वयि च कष्टमशान्तिरासि येन व्यरुन्दस भवत्तरुमेव सर्वं यज्ञे च वैरविशुने स्वसुतां व्यमानि क्रुद्धे समर्पितमख सदुवृत्तशीर्षो देव प्रसादितकरादलब्धजीव त्वत्पूरितक्रतुवर पुनरापशान्तिं सत्वं प्रशान्तिकर पाहि मरुत्पुरेशा सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द हरे नारायण 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 तानपादनृपतेर्मनुनन्दनस्य तानपादनृपतेर्मनुनन्दनस्य जायावपूवसुरिज्य निधरामहिष्टा अन्यासुनीदिव इति भर्तृरनादृदासा त्वामेव नित्यमगती शरणं गतावोत् अङ्गेऽपि दुःसुरिजिपुत्रगमुत्तमं तं दृष्ट्वा ध्रुव किल सुनीतिसुतोदिरोष्यन् आदिक्षिपे किलु शिशुसुतरां सुरीच्य दुःसन्ध्यजा खलु भवत्युमुखैरसूया त्वन्मोहितेऽपि दरिपश्यति दारवश्ये दूरं दुरुक्तिनिहत सगतो निजम्बं सापि स्वकर्मगतिसन्तरणाय पुंसं त्वत्पादमेव शरणं शिशवे शशंसा आगन्यसोऽपि भवदर्चननिश्चितात्मा मानी निरेत्य नगरात् किल पञ्चवर्षा संदृष्टनारदनिवेदितमन्त्रमार्ग त्वामारप्राथतपसा मधुकाननन्दे तादेविषण्ण हृदयेन नगरीं गदेन श्रीनारदेन परिसान्त्युतचित्तवृत्तौ बालास्त्वदर्पितमनाक्रमवर्धितेन
നിന്നെ കഠോര തപസാ കില പഞ്ചമാസൻ താവത്തപോബല നിരുച്ഛസിതേ നിഗന്ധേ ദേവാർത്തിസ്തസ്മുദയദ കരുണാർദ്രചേത തുദ്രൂവ ചിത്രസലിലീന മതേ പുരസ്താ ആവിർഭൂവിധ വിഭോ ഗരുഡാതിരൂഢാ ത്വദ്ദർശന പ്രമഥ ഭാരതരംഗിതം തം ദൃഭ്യാം നിമഗ്നമിവരൂപരസായനീതേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ധരേണ തഥാധരേണ താവദ്യുബോധി വിമലം പ്രണുവന്ദമേന മാ ഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിഹൃത്തിഹീനം ഇത്യുച്ഛുഷീത്വൈകരേ നൃപനന്ദനോ സ ആനന്ദിതാഖിലജനോ നഗരീപുപേത ദേമേചിരം ഭവദനുഗ്രഹപൂർണകാമ സ്ഥാദേ ഗദേ ച വനമധ്യതരാജ്യഭാര യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാധനധാതുപേതാത് ത്വദ്ഭക്തിമേവ സുദൃഢ മൗരണോന്മഹാത്മാ അന്തേ ഭവൽ പുരുഷനീതവിമാനയാദോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലധിസ്ത്വം വാദാലയാദിവ നിരുന്തി മമാമയൂഖൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ. ഗുരുവായൂരപ്പ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഒന്ന് മാത്രം. വേങ്ങേരിയുടെ നാമധേയത്തിലുള്ള 2021 13ാമത്തെ വർഷത്തെ 2ാമത്തെ ഭാഗവത സഭര്യ. കാരണം ജനുവരിയിൽ വേന്ദ്രക്കാടിൻ്റെ അവിടെ വെച്ചിട്ട് 22 ദിവസം ഭാഗവതം നടന്നതാണ്. അതുകൊണ്ട് ഇത് ഈ വർഷത്തിൻ്റെ 2ാമത്തെ ഭാഗവത സഭര്യയിൽ 4 ദിവസത്തിലധിക സമയം അഷ്ടമസ്കന്ധം വരെയും പിന്നീട് വീണ്ടും ഒരു 4.5 ദിവസമായിട്ട് ഇതാ നമ്മൾ കഷ്ടിച്ച് ദശമസ്കന്ധത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഈ ധന്യധന്യമായ വേദിയിൽ വസുദേവര് കംസനെ ഇങ്ങനെയൊന്നും ചെയ്യണ്ട കംസ എന്ന് പറഞ്ഞിട്ടുള്ളതായ ഭാഗം വരെ വേദിയിൽ അനുഗ്രഹിച്ചെന്ന ആചാര്യപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷഷ്ടിയും അമ്മയുടെ 30 വെള്ളിയാഴ്ചയും ചേർന്ന ഈ പുണ്യസുദിനത്തിൽ അതിഥിയായി നമ്മുടെ വേദിയിൽ വന്ന് നാരായണീയം കപിലോപദേശം അനുഗ്രഹിച്ചെന്ന ചേന്നമംഗലം ശങ്കരൻ നമ്പൂതിരി ഇവിടെ ഉള്ളൂർ മണ്ണില്ലത്തായിട്ട് ബന്ധങ്ങളുണ്ട്. ഇതിൻ്റെ മുമ്പേ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ 2 ഭാഗവത വേദിയിൽ വെച്ചിട്ട് എന്നെ കണ്ടിട്ടുള്ള ആ ഓർമ്മ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ല, അതിൻ്റെ ഓർമ്മയും എനിക്കില്ല. ഉള്ള കാര്യം ഞാൻ അത് അദ്ദേഹത്തിനോട് തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ആ മഹാത്മാവിനെ ഈ വേങ്ങേരിയുടെ ഭാഗവത വേദിയിൽ വന്ന് നാരായണീയം അനുഗ്രഹിച്ചതിന് അദ്ദേഹത്തിന് ഈ ശ്രോതാക്കളായ നമുക്കെല്ലാവർക്കും കൂടി നമസ്കാരങ്ങൾ അർപ്പിക്കാം. നാളെ കാലത്ത് പതിവ് പോലെ സഹസ്രനാമത്തോടു കൂടി തുടങ്ങി ദശമസ്കന്ധത്തിലൂടെ ഈ അധ്യായത്തിലൂടെ തന്നെ
നമുക്ക് പറ്റുന്നത്ര ഗുരുവായൂരപ്പനെ നമസ്കരിക്കാൻ ശ്രമിക്കാം. ഹരേ ഗുരുവായൂരപ്പ